നോക്കിയിരുന്നു. ഭഗവാൻ 8 ഭാര്യമാരുണ്ട്. സത്യഭാമയും രുക്മിണിയും ജാംബവിയും അടക്കം 8 ഭാര്യമാർ. 16,008 എന്നൊരു സങ്കല്പമുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, നിന്റെ മക്കൾ തന്നെ ഇങ്ങനെ തലതല്ലിച്ചാകുമ്പോൾ നിനക്കവരെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നെ എങ്ങനെ ലോകം ആരാധിക്കുമെന്ന്. അപ്പം ഭഗവാൻ ചോദിക്കുന്നുണ്ട്, മരണത്തെ ആർക്ക് തടുക്കാൻ കഴിയും? പുൽക്കൊടിക്ക് മരണമുണ്ട്, ബ്രഹ്മാവിനും മരണമുണ്ട്. സൃഷ്ടിദേവൻ ബ്രഹ്മാവാണ് എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും ഒരു ദിവസം മരിക്കും, അതുപോലെ മരിക്കും ബ്രഹ്മാവും. പക്ഷെ ബ്രഹ്മാവിൻ്റെ കാലഘട്ടം ഒരു കൽപ്പമാണെന്ന് മാത്രം. അത്രയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവ് മരിക്കും. ഇത് അത്രയും കാലം ശൂന്യതയുണ്ടാകും. അത്രയും കാലത്തിനു ശേഷം വീണ്ടും ഒരു ബ്രഹ്മാവ് ഉണ്ടാകും. വീണ്ടും സൃഷ്ടിപ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ സങ്കല്പം. യുഗങ്ങളിലൂടെയാണത് മുന്നോട്ട് പോകുന്നത്. അതിൽ സത്യയുഗം കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, കലിയുഗം കഴിഞ്ഞു, ഇത് ദ്വാപരയുഗം കഴിഞ്ഞു, ഇത് കലിയുഗമാണ്. കലിയുഗം 5126 ആയിട്ടുള്ളൂ കേട്ടോ. 4,20,000 വർഷം ഇനിയും ബാക്കി കിടക്കുക. ഇതിലെവിടെയാണ് ആര് ഉണ്ടാവേണ്ടത്? കൽക്കി ഉണ്ടാവണം. കൽക്കിയെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദേ ദശ. ഭഗവാൻ 10 അവതാരങ്ങളിലൂടെ ലോകത്തോട് ധർമ്മത്തെ നിലനിർത്തുവാൻ അവതരിച്ചു എന്ന് പറയുമ്പോൾ കൽക്കി കലിയുഗത്തിൽ ഉണ്ടാകണം. ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോ യുഗേ. ഇപ്പൊ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സംഘടനാശക്തി കൊണ്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കണം. ദ്വാപരയുഗത്തിൽ ഭഗവാൻ നേരിട്ടുണ്ടായിരുന്നു, അർജുനെ നിമിത്തമാക്കി ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ രൂപത്തിലുണ്ടായിരുന്നു. സത്യയുഗത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, മൊത്തം സത്യമായിരുന്നു ബേസ്. നോക്കൂ, ത്രേതായുഗത്തിൽ നമ്മുടെ ഭാരതത്തിൽ അധർമ്മികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അധർമ്മികളെല്ലാം ലങ്കയിൽ നിന്ന് കടൽ കടന്ന് ഇവിടത്തേക്ക് വന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പാലം കെട്ടി അങ്ങോട്ട് ചെന്നു. എന്നിട്ട് രാവണാദികളെ, കുംഭകർണനെ, മേഘനാഥനെ ഒക്കെ നിഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുജനായ ധർമ്മിഷ്ഠനായ വിഭീഷണൻ്റെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിച്ചു, ധർമ്മത്തെ സംരക്ഷിച്ചു. എന്നാൽ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ. കൗരവരും പാണ്ഡവരുമെല്ലാം ഭഗവാന്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തത്? എങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും ഒളിച്ചോടാൻ പരിശ്രമിച്ച ഒരു സൈനികനെ അല്ലെങ്കിൽ ഒരു കമാൻഡർ ഇൻ ചീഫിനെ കർമ്മ നിപുണനാക്കിയത്? ഇതെല്ലാം നമ്മെ കേൾപ്പിച്ച 8 നാളുകൾ കഴിഞ്ഞു. അവസാനത്തെ ദിവസം നാളെയാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആചാര്യൻ രഞ്ജിത് ജി, അദ്ദേഹം അധ്യാപകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഭാഗവതം വായിക്കാം, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അതിനെ അദ്ദേഹത്തെ സഹായിക്കുവാൻ ധാരാളം സജ്ജനങ്ങളും കൂടെയുണ്ട്. ഞാൻ അല്പസമയം ഭജന ആസ്വദിക്കുകയായിരുന്നു. നോക്കൂ, ഓരോ വാക്കുകളും ശബ്ദങ്ങളുമെല്ലാം ഹിന്ദുക്കൾക്ക് ഒരുപാട് സന്തോഷത്തെ നൽകുവാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാം നാട്ടിലൊരു വിശ്വാസമുണ്ട്. രാവിലെ കാക്ക വന്ന് കരഞ്ഞു ഗേറ്റിൻ്റെ മുകളിൽ വന്നിട്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, കല്ലെടുത്തെറിയൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ ഓടി വന്നു, ചെറുപ്പത്തിൽ കല്ലെടുത്തെറിഞ്ഞു. കാക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാക്കയുടെ ശബ്ദം ഉണ്ടാക്കി. പക്ഷെ അതെന്തോ ഒരു അസ്വസ്ഥതയുണ്ടായി, അലോസരമുണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുയിൽ വന്നു. കുയിൽ കരഞ്ഞു എന്നാണോ ഇന്നാട്ട് പറയാം? കുയിൽ കൂകി. അപ്പോൾ മുത്തശ്ശി വിളിച്ചു, ഓടി വരൂ, കുയിൽ കൂകുന്നു. അങ്ങോട്ട് കൂകി, ഇങ്ങോട്ട് കൂകി, ആകെ ഉത്സവം തന്നെ. കുയിലാണോ കാക്കയാണോ കൂടുതൽ ഉപകാരപ്രദം? കാക്കയാണ്. പിന്നെ കാക്കയുടെ ശബ്ദം അലോസരവും കുയിലിൻ്റെ കൂകൽ ആനന്ദവുമായി തീരുന്നത് കേൾവി ഒരു സംസ്കാരമായതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ലത് കേൾക്കണം. 9 ദിവസം ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ പാടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ പുണ്യമാണ്. അതുകൊണ്ടാണ് നവധാഭക്തി പറയുന്നുണ്ടല്ലോ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ശ്രവണം, കേൾക്കുക, ഏറ്റവും നല്ലത്. അപ്പം ഭാഗവതം കേൾക്കണം, രാമായണം വായിക്കണം, ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല, നമ്മളത് മനസ്സിരുത്തി പഠിക്കണം. ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിഗൂഢമായ തത്വങ്ങളാണ്. അർജുന് പോലും കൃത്യമായിട്ടൊക്കെ മനസ്സിലായില്ല. 11-ാമത്തെ അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ്.
ഭഗവാനെ, ഈ പറഞ്ഞ നിങ്ങൾ ആരാണ് എന്ന് അർജുനൻ ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞു തന്നു, എനിക്ക് വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. കർമ്മയോഗം എന്ത്, ജ്ഞാനയോഗം എന്ത്, സാഖ്യയോഗം എന്ത്, കർമ്മസന്യാസയോഗം എന്ത്, ഒക്കെ എന്നെ പഠിപ്പിച്ചു വന്നു. പക്ഷെ ഈ പറഞ്ഞ അങ്ങാരാണ്? ഒറിജിനൽ രൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. 1000 കൈകളും 1000 കണ്ണുകളും 1000 കാലുകളൊക്കെയുള്ള ഭഗവാൻ അങ്ങനെ മുന്നിൽ നിന്നപ്പോൾ വിറച്ചുപോയി. ആര്? അർജുനൻ. ശാന്തഭാവത്തെ പ്രാപിക്കുവാൻ വേണ്ടി അർജുനൻ കേണ് കരഞ്ഞപ്പോൾ ഭഗവാൻ ശാന്തരൂപത്തെ പ്രാപിച്ചിട്ടും അർജുനന്റെ സംശയം മാറിയോ? അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത 11ാമത്തെ അധ്യായത്തിൽ തീരണ്ടേ? ഭഗവത്ഗീത 18ാമത്തെ അധ്യായത്തിലാണ് തീർന്നത്. വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു സംശയങ്ങൾ, മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശതൈതശേഷേണ യഥേശ്ചസി തഥാ കുരു. അല്ലയോ അർജുന, നീ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ തത്വശാസ്ത്രങ്ങളെ മുഴുവൻ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശതൈ തശേഷേണ, വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കണം. എന്നിട്ട് ശരിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇത് ഉപകരിക്കുന്നുവെങ്കിൽ നീ അതിനെ സ്വീകരിക്കണം. ഇതാണ് ഭാരതത്തിലെ ഗുരുക്കൾ, ഇതാണ് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം. ഗുശബ്ദന്ധകാരസ്യ രുശബ്ദം നിരോധിത. ഗു എന്നാൽ അന്ധകാരം, ഇരുട്ട്. രു നിരോധിത, അതിനെ ഇല്ലാതാക്കുന്നത്. ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന എന്താണ്? വെളിച്ചം. ഇരുട്ട് എന്നൊരു പ്രതിഭാസമില്ല. രാത്രി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇരുട്ട്, സ്വിച്ച് ഇട്ടു, ബൾബ് തെളിഞ്ഞു, ഇരുട്ട് എവിടെ പോയി? എവിടെയാണോ വെളിച്ചമില്ലാത്തത് അതിൻ്റെ പേരാണ് ഇരുട്ട്. പകൽ സമയത്ത് സൂര്യൻ കത്തിജ്വലിക്കുകയാണ്, തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്. കാരണം തിയേറ്റർ വെളിച്ചത്തെ കുട്ടി അടച്ചിരിക്കുന്നു. അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലേക്കാണോ ഇരുട്ട് കയറിയിരിക്കുന്നത്, അവിടെ അറിവിൻ്റെ പ്രകാശത്തെ നിറക്കുന്ന കണ്ണുകളാണ്, വാക്കുകളാണ് ഗുരുനാഥൻ. ആ ഗുരുസങ്കല്പത്തിൽ ഭാരതം എന്തു പറഞ്ഞു? ഗുരു സാക്ഷാൽ പരബ്രഹ്മ, ബ്രഹ്മം, ഈശ്വരൻ. ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്നൊക്കെ ഒരു നമ്മൾ പറയാറില്ലേ, കോമൺ ആയിട്ട് സാമാന്യം ഹിന്ദു പറയാറുണ്ട്. നമുക്ക് എത്ര ദൈവങ്ങളാ? 33 കോടി എന്നൊക്കെ. ദൈവങ്ങളുടെ എണ്ണം കുറച്ച് കൂടി എന്നുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിൻ്റെ പേരിലാണോ നാട്ടിൽ ബുദ്ധിമുട്ടുള്ളത്? അല്ല, മനുഷ്യനാണ് നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലേ? ദൈവം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഈശ്വരൻ ഹിന്ദുവിന് ഏകനാണ്, ഏകമേവം അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ലാത്ത ഒന്നാണ്. ഈശ്വരനെ 3 പേരിൽ നമ്മൾ വിളിക്കും: പരമാത്മാവ്, ഈശ്വരൻ അഥവാ ബ്രഹ്മം. ഈ ബ്രഹ്മത്തിന് പ്രതീകമായിട്ട് ഒരക്ഷരത്തെയും ഉപയോഗിക്കും. ഓം, ഏകാക്ഷരം ബ്രഹ്മ. ഓങ്കാര പ്രതിഷ്ഠയൊക്കെ അങ്ങനെയാണ് വന്നത്. കണ്ണാടിയൊന്നും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടില്ല. ചില ആൾ പറയും കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന്. കണ്ണാടിക്ക് മധ്യത്തിൽ ഓം ഏകാക്ഷരം ബ്രഹ്മ പ്രണവാകാര പ്രതിഷ്ഠയാണ് നടത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ബ്രഹ്മത്തെ ഗുരുവിനോട് ഉപമിച്ചിരിക്കുന്നു. ഗുരു എന്നാൽ ബ്രഹ്മമാണ്, ഈശ്വരനാണ്. ഈശ്വരന് തുല്യനാണ് ഗുരു. അത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരൊറ്റ ശാപം ദുർവാസാപം അങ്ങ് ദേവന്മാർക്ക് കൊടുത്തപ്പോൾ പാലാഴി കടയേണ്ടി വന്നു, അല്ലേ? പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭക്ഷിക്കേണ്ടി വന്നു. അസുരന്മാരെ കൂട്ടിന് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഗുരുവിൻ്റെ ശക്തി. തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഗുരു ആർജിച്ചെടുക്കുന്നതാണ് ഈ പറയുന്ന ശക്തി. എന്താണ് തപസ്? നിരന്തരമായ സത്യത്തിൻ്റെ അന്വേഷണമാണ് തപസ്. നിരന്തരമായ സത്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പേരാണ് തപസ്. നമ്മുടെ ആചാര്യന്മാർ തപസ് ചെയ്തു. അവർ സത്യത്തെ കണ്ടെത്തി. ഈ സത്യത്തെ ഗ്രന്ഥരൂപത്തിലാക്കി അത് നമ്മുടെ മുന്നിൽ വെച്ച് വന്നു. 4 വേദങ്ങൾ, 5 ഉപവേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, 2 ഇതിഹാസങ്ങൾ, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മൊത്തം പുസ്തകം നിരത്തി വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്ത് മൊത്തം വേണ്ടി വരും. അത്രയേറെ ഗ്രന്ഥശേഖരങ്ങളാൽ സമ്പുഷ്ടമാണ് ഹിന്ദുക്കൾ. ഭാഗവതം, നാരായണീയം, അങ്ങനെ എന്തൊക്കെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ. സാമാന്യ ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ കഥകൾ വളരെ രസകരമായിട്ട് വിജ്ഞാനപ്രദമായിട്ട് അവതരിപ്പിക്കുന്ന യജ്ഞാചാര്യന്മാർ, എല്ലാ തലത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുവാനും ഉള്ളത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ചു. കല്യാണത്തിന് മുമ്പ് 2 ഗ്രന്ഥങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. 1 അർത്ഥശാസ്ത്രവും 2 കാമശാസ്ത്രവും. ഇത് 2 വായിക്കാതെ കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ അല്ല കേട്ടോ, പലതും. പണമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥനോട് പറയും, രാവിലെ എഴുന്നേറ്റാൽ നീ മഹാസരസ്വതിയെ 1ാമത് കണി കാണരുത്. കരാഗ്രേ
വസതേ ലക്ഷ്മി, പിന്നെയാണ് കരമധ്യേ സരസ്വതി വരുന്നത്. ലക്ഷ്മി ഉണ്ടാവണം. ലക്ഷ്മി ധനമാണ്. നമ്മുടെ ഒരു ദൈവത്തിൻ്റെ പേരെന്താ? കുബേരൻ എന്നാണ്. കുബേരൻ 10,000 അംബാനിമാർക്ക് തുല്യ, അതിലും വലുതാ. ആ കുബേരന് ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ ഇന്നും അമ്പലമുണ്ടാക്കി വൈശ്രവണ ക്ഷേത്രങ്ങളെ ആരാധിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. ആ വൈശ്രവണന്റെ ആസ്ഥാനമായിരുന്നു ശ്രീലങ്ക, സ്വർണ്ണമയൂരലങ്ക. അത് സ്വന്തമായിട്ട് വിമാനമുണ്ടായിരുന്ന ആളായിരുന്നു. ആര്? അദ്ദേഹത്തിന്റെ വിമാനത്തിന്റെ പേരെന്താ? പുഷ്പക വിമാനം. വിമാനത്തിന്റെ RC ഓണർ നമ്മുടെ ഒരു ദൈവമായിരുന്നു. അദ്ദേഹത്തെ അടിച്ചോടിച്ചിട്ടാണ് രാവണൻ ആ സാമ്രാജ്യം പിടിച്ചടക്കിയത്. മനസ്സിലാക്കണം. അപ്പൊ സമ്പത്തിനെ ആരാധിച്ചു നമ്മൾ. അതുകൊണ്ട് ഗുരുക്കന്മാർ പറഞ്ഞു തന്നു, നിങ്ങൾ ഗൃഹസ്ഥനാണോ? നിങ്ങൾ ഭാര്യയും മക്കളും കുടുംബവും അച്ഛനും അമ്മയും ഒക്കെയായി ജീവിക്കുന്നവരാണോ? നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവണം, സമ്പത്തുണ്ടാവണം. സമ്പത്തുള്ളതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാകുമോ? ഇല്ല. നിങ്ങൾക്ക് നല്ല മനുഷ്യനാകണം, നിങ്ങൾക്ക് നല്ല അറിവുണ്ടാവണം. എല്ലാം നല്ലതായിരിക്കണം. നല്ല പണം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. ധർമ്മമായിരിക്കണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞങ്ങളുടെ നാട്ടിലൊരു എയർപോർട്ടുണ്ട്, അത് സ്വർണം കടത്താൻ വേണ്ടി മാത്രമുള്ള എയർപോർട്ടാണ്. കരിപ്പൂര് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ എൻ്റെ നാടിനെ അവമാനിക്കൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ ജില്ലയിലല്ല, തൊട്ടടുത്ത മലപ്പുറം ജില്ലയിലാണ്. ആലോചിച്ച് നോക്കൂ, എപ്പോൾ നോക്കിയാലും സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്തിനുള്ളതാണോ ഒരു എയർപോർട്ട്? അല്ല, യാത്ര ചെയ്യാൻ, വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ളതാണ് എയർപോർട്ട്. ഇത് ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണോ? കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീടുകളൊക്കെ കാണുമ്പോൾ നാം കരുതും അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെയല്ല. ധർമ്മമായിരിക്കണം എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാനം. ധർമ്മം ഉണ്ടെങ്കിലോ ടെൻഷനില്ലാതെ ജീവിക്കാം. ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായമുണ്ട്, സമയം കിട്ടുമ്പോൾ എല്ലാവരും വായിക്കണം. ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം. നമുക്കുണ്ടായിരിക്കേണ്ട, ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അർജുനെ ഓർമ്മപ്പെടുത്തുകയാണ് ഭഗവാൻ. അഭയം, സത്വസംശുദ്ധിർ, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച, യജ്ഞശ്ച, സ്വാധ്യായസ്തപാർജവം എന്ന് തുടങ്ങുന്ന, വിസ്തരിക്കാൻ സമയമില്ല. അതിലൊന്നാമത് പറയുന്നത് അഭയമാം. അഭയം, ഭയമില്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് നിർഭയം ജീവിക്കാൻ കഴിയണം. ഇവിടെ വീട്ടിൽ ജീവിക്കുമ്പോഴും നാട്ടിൽ ജീവിക്കുമ്പോഴും നിർഭയം ജീവിക്കണം. ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പോവുകയാണ്. ബൈക്കിൻ്റെ മുകളിൽ പോകുമ്പോൾ എന്തിടണം? ഹെൽമെറ്റ്. കോട്ടയത്ത് നിർബന്ധമാണോ അത്? ആണ്. അപ്പോൾ ഭാര്യ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഭർത്താവിൻ്റെ ഹെൽമെറ്റും ആരുടെ കയ്യിലാണുള്ളത്? ഭാര്യയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കെ ടേണിങ് എത്തിയപ്പോൾ എന്ത് കണ്ടു? പോലീസിനെ കണ്ടു. പോലീസിനെ കണ്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഹെൽമെറ്റ് തലയിൽ വെക്കടി എന്ന് പറഞ്ഞു. ആ ധൃതിയിൽ ഹെൽമെറ്റ് തലയിൽ വെച്ചു, പക്ഷെ നേരെ ഓപ്പോസിറ്റായി തിരിച്ചാണ് വെച്ചത്. അപ്പം എന്ത് സംഭവിക്കും? കണ്ണ് കാണുമോ? ഇല്ല. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിറകിലുണ്ടായിരുന്ന വണ്ടി വന്നു, ഇയാൾ ഇടിച്ചു. ഇല്ല, കാര്യമായി പരിക്കൊന്നുമില്ല, താഴെ വീണു. പക്ഷെ പിറകിലെ ആളും ബേജാറായി. എന്തേ കാരണം എന്ന് പറഞ്ഞാൽ കാർ ഡ്രൈവറായിരുന്നു. അയാൾ സീറ്റ് ബെൽറ്റും ഇട്ടിരുന്നില്ല. പോലീസിനെ കാണുമ്പോൾ നമ്മൾ ഭയക്കാൻ കാരണം എന്തായിരുന്നു? ഹെൽമെറ്റ് ഇട്ടില്ല. ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ഏറ്റവും നിസ്സാരമായൊരു തെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നാം ഭയന്നു പോകും. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുമ്പോൾ പോലീസിനെ കണ്ടാൽ അറിയാതൊന്ന് ഭയന്നു പോകും. അപ്പോഴാണെങ്കിൽ ബെൽറ്റ് പിടിച്ചാൽ കിട്ടുകയില്ല, അതവിടെ ടൈറ്റായി കിടക്കും, ഇല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് 26 ഗുണങ്ങളിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് നിർഭയം ജീവിക്കണം. അപ്പം ഭഗവാൻ പറയുന്നു നിർഭയം ജീവിക്കണം. അപ്പം ആ ഭഗവാനാണ് നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ലേ? കർക്കിടകത്തിൽ രാമായണം വായിക്കാറില്ലേ? ഈ കഴിഞ്ഞ വർഷം വായിച്ച അതേ രാമായണമല്ലേ ഇക്കൊല്ലം വായിച്ചത്? അടുത്ത കൊല്ലം ഇതല്ലേ വായിക്കാൻ പോകുന്നത്? ബോറടിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ഭാഗവതം കേൾക്കുന്നത് കഴിഞ്ഞ വർഷം കേട്ട അതേ ഭാഗവതായിരിക്കില്ലേ? ബോറടിക്കാറുണ്ടോ? പക്ഷേ ഇഷ്ടനായകൻ്റെ സിനിമ ഈ ദിവസം കണ്ടു, അടുത്ത ആഴ്ചയും കണ്ടാൽ ബോറടിക്കുമോ? ബോറടിക്കും. രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒന്നും നമുക്ക് ബോറടിക്കാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ എപ്പോഴും രക്ഷിക്കുവാൻ ഉതകുന്ന മഹാത്മാക്കൾ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നതുകൊണ്ടാണ്. നാം മഹാഭാരതത്തെ ആരാധിക്കുമ്പോൾ അന്ധമായിട്ട് മറ്റൊരാളെയും ആരാധിക്കരുത്, ശ്രീകൃഷ്ണൻ ഒഴികെ.
ബാക്കി എല്ലാവർക്കും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതിലെ പോസിറ്റീവിനെ സ്വീകരിക്കണം, നെഗറ്റീവിനെ തള്ളിക്കളയണം. യുധിഷ്ഠിരനെ ധർമ്മപുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കണം, ഭാര്യയെ പണം വെച്ച് ചൂത് കളിക്കാൻ പാടുണ്ടോ എന്ന്. പാടുണ്ടോ? ഭാര്യയെ പണം വെച്ച് ചൂത് കളിക്കാൻ പാടുണ്ടോ? ഒന്നാമത്തെ പണയത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ ധൃതരാഷ്ട്രം തിരിച്ചു കൊടുത്താണ്. വീണ്ടും ദൂതനെ വിട്ടിട്ടാണ് ഇയാളെ വിളിക്കുന്നത് കളിക്ക്. ഇയാൾ വീണ്ടും പോയി കളിച്ചു, സർവ്വതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് യുധിഷ്ഠിരൻ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? തള്ളേണ്ടതിനെ തള്ളണം, കൊള്ളേണ്ടതിനെ കൊള്ളണം. പക്ഷെ ശ്രീകൃഷ്ണൻ അർജുനന്റെ, ക്ഷമിക്കണം, കർണന്റെ തേരിന്റെ ചക്രം ഇങ്ങനെ ചളിയിൽ പൂണ്ടുപോയിട്ട് കർണൻ ഇത് ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അർജുനോട് ഭഗവാൻ പറയുകയാണ്, തക്ക അവസരമാണ്, ഇതാണ് സ്യൂട്ടബിൾ ടൈം, അവൻ്റെ തല കൊയ്തെടുക്കൂ എന്ന്. ഇതാര് കേട്ടു? കർണൻ കേട്ടു. കർണൻ തിരിഞ്ഞു എന്ന് ചോദിക്കുന്നു, ഭഗവാനെ, ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ശ്രീകൃഷ്ണ, കൃഷ്ണ, ഇത് ശരിയാണോ? ഇത് ധർമ്മമാണോ എന്ന് ചോദിച്ചു. ആര്? കർണൻ. നിരായുധനായി രണാങ്കണത്തിൽ നിൽക്കുന്ന ഒരാളെ ആയുധം കൊണ്ട് കൊല്ലുന്നത് ധർമ്മമാണോ കൃഷ്ണ? അതിന് ഭഗവാൻ ഒരു മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്? കൗരവ രാജസദസ്സിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നല്ലോ കർണ, അന്ന് നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പരശുരാമനോട് കളവ് പറഞ്ഞുകൊണ്ട് വിദ്യ അഭ്യസിക്കുമ്പോൾ നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛനില്ലാത്ത മക്കളെ അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലുവാൻ നീ പുറത്തുണ്ടായിരുന്നു, അന്നും നിന്റെ ധർമ്മബോധത്തെ ഞാൻ കണ്ടിട്ടില്ല. എവിടെയെല്ലാം ധർമ്മം വേണമോ അവിടെയൊന്നും നീ ധർമ്മം കാണിക്കാതെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ നീ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറയുന്നു, ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും. അപ്പൊ കർണനെ കൊന്നത് ശരിയാണോ തെറ്റാണോ? അപ്പോഴല്ലാതെ കൊല്ലാൻ കഴിയില്ല. പാണ്ഡവ സൈന്യത്തിൽ വിനാശത്തിൻ്റെ അങ്ങ് എന്താ പറയേണ്ടത്, ഒരു വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ദ്രോണാചാര്യർ. അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ദ്രോണാചാര്യൻ മരിച്ചില്ലെങ്കിൽ ഈ പാണ്ഡവന്മാരെ മുഴുവൻ അഭ്യാസവും പഠിപ്പിച്ച ആ ദ്രോണാചാര്യരായ ഗുരുനാഥൻ സകലതിനെയും ഭസ്മീകരിച്ചു കളയും. ഗുരുനാഥൻ്റെ കയ്യിൽ ചില അഭ്യാസം കൂടി എക്സ്ട്രാ ഉണ്ടാവും എന്നൊക്കെയാണല്ലോ നമ്മുടെ വിശ്വാസം. ഒരു രക്ഷയുമില്ല. എന്തുണ്ട് വഴി കൃഷ്ണ? എല്ലാത്തിനെയും രക്ഷിക്കുവാൻ നിരായുധനായ ഭഗവാനുണ്ട്. ഒരാനക്ക് പേര് കൊടുക്കൂ, അശ്വത്ഥാമാവ് എന്ന്. ധർമ്മപുത്രർ പറഞ്ഞാൽ മാത്രമേ ഇയാൾ എന്ത് ചെയ്യും? ഭീമനെന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. പണ്ടേ മൂപ്പര് കളവ് പറയുന്നവനാണ്. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അശ്വത്ഥാമാവ് മരിച്ചു. ആന പറ്റിക്കൽ പരിപാടിയാണ്, പക്ഷേ അതല്ലാതെ മറ്റൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അന്ന് സായം സന്ധ്യയോടുകൂടി കൗരവ സൈന്യത്തിൽ ചിലപ്പോൾ പാണ്ഡവരെ അവശേഷിക്കുമായിരുന്നുള്ളൂ. അത്രമാത്രം ശക്തനായിരുന്നു ആര്? ദ്രോണാചാര്യർ. ദ്രോണാചാര്യർക്കരികിലേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന ദ്രോണാചാര്യരുടെ ശിരസ് ദൃഷ്ടദ്യുമൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കൗരവ ഭാഗത്തേക്ക് ചാടി എറിഞ്ഞു കൊടുക്കുകയാണ്. ഭീഭത്സമായ രംഗങ്ങൾ. യുദ്ധങ്ങൾ എന്നും അങ്ങനെയാണ്. യുദ്ധം മനോഹരമായിരിക്കോ? ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം മനോഹരമായ യുദ്ധമാണോ? 3 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. എവിടെ എത്തിയിട്ടില്ല. യുദ്ധങ്ങൾ എന്നും ഭയാനകമാണ്. പക്ഷെ യുദ്ധത്തിൽ ആത്യന്തികമായിട്ട് ധർമ്മം വിജയിക്കണം. ആത്യന്തികമായിട്ട് പഞ്ചപാണ്ഡവർ വിജയിച്ചു. അന്ന് രാത്രി സ്വൈരമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. പാണ്ഡവർ മാത്രം ദ്രൗപദി അടക്കം കുറച്ചു ഭാഗത്ത് മാറിയിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടത്തേക്കാണ് അശ്വത്ഥാമാവും കൃതനും കൃപവർമാവും കയറി വരുന്നത്. ശിബിരത്തിന് തീയിട്ടു, എല്ലാവരെയും കൊന്നുകളഞ്ഞു. രാവിലെ കേൾക്കുന്ന വാർത്ത, യുദ്ധത്തിൽ ജയിച്ചു, പക്ഷേ ഇന്നലെ രാത്രി മക്കളെല്ലാം തീയിൽപ്പെട്ട് മരിച്ചുപോയി, അശ്വത്ഥാമാവ് കൊന്നുകളഞ്ഞു എന്ന്. ഇങ്ങനെ ഭീകരമായ ഒത്തിരി രംഗങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ നീ എന്തു നേടി എന്ന് പാണ്ഡവന്മാർ ആത്മപരിശോധന നടത്തുന്നു. പക്ഷെ ധർമ്മത്തിന്റെ പക്ഷം വിജയിക്കുകയും ചെയ്തു. ഒടുവിൽ കണ്ണ് കാണാത്ത അച്ഛനും കണ്ണ് കാണാത്ത കാഴ്ചയെ നിഷേധിച്ച അമ്മയും ഇവർ 2 പേരും കാട്ടിലേക്ക് പോകുമ്പോൾ കുന്തിദേവി കൂടെ പോകുന്നു. മക്കൾ ഓടിച്ചെന്ന് കാല് പിടിച്ച് പറയുന്നു, രാജമാതാ കുന്തിദേവി,
അമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പടപരുതി ഈ നാട് മുഴുവൻ കരഗതമാക്കിയത്. അമ്മ കാട്ടിലേക്ക് പോവുകയോ? അപ്പോൾ ഈ അമ്മ പറയുന്നു, എൻ്റെ രണ്ടാമത്തെ മോൻ ഭീമനാണ് ഈ അച്ഛൻ്റെ അമ്മയുടെ 100 മക്കളെ അടിച്ച് കൊന്നു കളഞ്ഞത്. ഒരൊറ്റ ആളെയും വേറെ ആളും കൊന്നിട്ടില്ല. ഈ 100 മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് കൂട്ടിന് ഞാൻ പോകണം. എന്നിട്ട് കുന്തിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രവും കാട്ടുതീയിൽപ്പെട്ട് മരിച്ചുപോയി. മഹാഭാരതം വായിച്ചിട്ടില്ലേ? കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു പോകുന്നു. ആലോചിച്ചു നോക്കൂ, ജീവിത മൂല്യങ്ങളെ എത്ര ആഴത്തിൽ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ ഭയാനകമായ സംഭവങ്ങളെ 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പറ്റുന്ന അബദ്ധങ്ങളെ പഠിപ്പിക്കുന്നു. ഭാര്യയെ പണയം വെച്ച് കളിക്കണമെന്ന് തോന്നിയ ദുർബല നിമിഷത്തെ 1000 പ്രാവശ്യം ശപിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാരമായ ദൗർബല്യം നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിടിച്ച് കുലുക്കിക്കളയുന്ന ആപത്തായി മാറുന്നുണ്ട്. ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നു. ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ട് മോഹിച്ചു പോയി. ഗംഗയോട് പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ. ഗംഗ പറഞ്ഞു, കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങോട്ടൊരൊറ്റ വർത്തമാനം പറയരുത്. ഞാൻ എന്ത് പറഞ്ഞാലും നോ എന്ന് പറയരുത്. കല്യാണം കഴിച്ചു. ആദ്യത്തെ വർഷമായി ഒരു കുട്ടി ഉണ്ടായി കൊണ്ടുപോയി നദിയിലിട്ടു. നോ പറയാൻ പറ്റുമോ? രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ കുട്ടി ജനിച്ചു, കൊണ്ടുപോയി നദിയിലിട്ടു. ഇങ്ങനെ 7 കുട്ടികളെ കൊണ്ടുപോയി നദിയിലിട്ടു. 8ാമത്തെ കുട്ടിയെ നദിയിലിടാൻ വേണ്ടി എടുത്തപ്പോൾ കൈക്ക് പിടിച്ചു ഗംഗ. ആ കുട്ടിയെ നദിയിലിട്ടില്ല. ഗംഗ പിണങ്ങി പോവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ 2 തരം ലവ് ഉണ്ട്: കണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് അവർ വലുതായിട്ട് എന്നെ ഇങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് കണ്ടീഷണൽ ലവ്. നോക്കാൻ സാധ്യതയില്ല. കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതയായിരിക്കും വീട്ടിൽ. നമ്മുടെ TV-യിലൊക്കെ പരസ്യം കാണാം, ഭർത്താവേ ചേട്ടാ നിങ്ങൾക്കിഷ്ടം കോഫിയാണോ? എനിക്കിഷ്ടം ചായയാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ കോഫി ഉണ്ടാക്കി തരൂ, ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാം. എന്തായാലും വെള്ളം വെക്കുന്നു. 2 ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് ഒന്നിൽ കാഫിപ്പൊടി ഒന്നിൽ ചായപ്പൊടി ഇട്ടാ പോരെ. സംഭവം സിമ്പിളാണ്. എന്നാൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. ഒരു കണ്ടീഷൻ വിടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടീഷനില്ല. മക്കളും അച്ഛനും അമ്മയും തമ്മിൽ കണ്ടീഷനില്ല. ഒരു കണ്ടീഷനുമില്ലാത്ത നിറഞ്ഞ സൗഹൃദം, സ്നേഹം, പ്രണയം എല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. പ്രണയവിവാഹങ്ങളിൽ നല്ലൊരു ശതമാനം പരാജയപ്പെട്ടു പോകുന്നത് പ്രണയവിവാഹം ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. ആ കണ്ടീഷൻ റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ അത് ജീവിതവും. ഇപ്പൊ പറയാറുണ്ട്, ഒരു പുരുഷന് 2 ഭാര്യമാരുണ്ട്, ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരുണ്ട്. അതൊന്ന് സങ്കല്പത്തിലെ ഭാര്യയാണ്, ഒന്ന് ജീവിതത്തിലെ ഭാര്യയാണ്. ഒന്ന് സങ്കല്പത്തിലെ ഭർത്താവാണ്, ഒന്ന് ജീവിതത്തിലെ ഭർത്താവാണ്. സങ്കല്പത്തിലെ ഭർത്താവിനെ കൊന്നിട്ട് വേണം ജീവിതത്തിലെ ഭർത്താവിനെ സ്വീകരിക്കാൻ. സങ്കല്പത്തിലെ ഭാര്യയെ കൊന്നിട്ട് വേണം ജീവിതത്തിലെ ഭാര്യയെ സ്വീകരിക്കാൻ. എന്നാലേ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. സങ്കല്പത്തിൽ പലതും ഉണ്ടാവും, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇങ്ങനെ സങ്കല്പത്തിൽ പലതുമുള്ളത് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. തീർന്നില്ല, ഏകലവ്യനോട് തള്ളവിരൽ ചോദിച്ചു. ആര്? ദ്രോണാചാര്യ. ഏകലവ്യനോട് തള്ളവിരൽ ചോദിക്കുവാൻ കാരണങ്ങൾ പലതുണ്ടാവാം. പക്ഷെ മറ്റൊരു ശിഷ്യന്റെ കൈകൊണ്ട് തലയറുത്തും മരണപ്പെടേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നെഗറ്റീവിനെ തള്ളിക്കളയുകയും വേണം. ഈ ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരുടെ മുന്നിൽ വെച്ചിട്ടാണ് ദ്രൗപദിയുടെ സാരി അഴിക്കുന്നത്. ഉണ്ടായിരുന്നില്ലേ? കൗരവ രാജസഭയിൽ 2 പേരുണ്ടായിരുന്നില്ലേ? എന്തേ നോ പറയാത്തത്? നമ്മുടെ നാട്ടിൽ 2 ലോകസഭയും രാജ്യസഭയും ഉണ്ട്, അറിയില്ലേ അല്ലേ? ഈ രാജ്യസഭ എങ്ങനെ ഉണ്ടായെന്നറിയോ നിങ്ങൾ? ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ 75-80 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് അധികാരത്തിന് ഇവർ പുറത്തു പോകില്ല. പ്രായമുള്ള ആളുകൾ ഇവർ പറയും, ഞങ്ങൾക്ക് MP തന്നെ ആവണം. അങ്ങനെ ഇവരെ കൊണ്ട് ശല്യം സഹിക്കാൻ കഴിയാതെ അധികാരമില്ലാതെ പദവി കൊടുത്തു. അതായിരുന്നു രാജ്യസഭ. അതിപ്പോഴും നമ്മൾ നിലനിർത്തുന്നത് ദൗർഭാഗ്യകരമാണ്. ആ കാര്യമായ MLA-മാർ തെരഞ്ഞെടുത്താൽ മതി. ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ MLA-മാർ തെരഞ്ഞെടുത്താൽ മതി. അപ്പൊ പ്രായം കൂടുമ്പോൾ അധികാരത്തിനോട് വന്ന ആർത്തി കൊണ്ട് അങ്ങേയറ്റത്തെ അധർമ്മത്തെ നോക്കി നിന്നു. ആര്? ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ. ആരാ ഭീഷ്മര്? ലോകത്ത് വിറപ്പിച്ച വില്ലാളി വീരൻ, ഗംഗയുടെ പുത്രനാണ്. ശന്തനു മഹാരാജാവിന്റെ പുത്രനാണ്. അധർമ്മത്തിന് മുന്നിൽ എന്നും അടരാടിയിട്ടുള്ള മനുഷ്യൻ ഒരു യുവതിയുടെ സാരി അഴിക്കുമ്പോൾ നോക്കി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്ര ദിവസം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു? മഹാഭാരതവും രാമായണവും നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശം കഥകളല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.
സമസ്ത ലോകവും നോക്കി നിൽക്കുന്നു. രാമായണത്തിന്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമാസീത സംഗമം ലങ്കയിൽ വെച്ച് 12 മാസക്കാലമായി താൻ കാണാത്ത തന്റെ പ്രിയതമ ഇതാ ലങ്കയിൽ തനിക്ക് നേരെ ഓടി വരികയാണ്. ഏകദേശം ഒരു 10 മീറ്റർ അടുത്തെത്തിയപ്പോ രാമൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല. വിറച്ചുപോയി അപമാനിതയായി പോയി സീത. എന്താണ് രാമൻ പറയുന്നത്? രാമന്റെ വായിൽ നിന്ന് ഈ വാക്ക് വീഴുകയോ? അപമാനത്തിന്റെ തീച്ചൂളയിൽ വെന്തരിഞ്ഞാൽ മതിയെന്ന് ഒരു മാത്രം ആഗ്രഹിച്ചു പോയി സീതാദേവി. ലക്ഷ്മണ എന്ന് വിളിച്ചു. ലക്ഷ്മണൻ അഗ്നി കൂട്ടി. ഈ അഗ്നിയിലൂടെ സീത നടന്നു പുറത്തു വന്നു. മാറോടടുക്കി പിടിച്ച് സ്വീകരിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു, സീതേ, നീ നടന്നു വരുമ്പോൾ ഇവിടുത്തെ രാക്ഷസന്മാർ രാക്ഷസിമാർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിന്നെ നോക്കുന്നുണ്ടായിരുന്നു. 12 മാസക്കാലം സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ അനേകം സ്ത്രീകളിൽ ഒരാൾ എന്ന ഭാവത്തിൽ നിന്നെ അവർ നോക്കി. പക്ഷെ ഇപ്പൊ നീ നോക്കൂ, പിന്നെ നോക്കുമ്പോൾ കാണുന്ന എല്ലാവരും ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് കിടക്കുന്നതാണ്. രാജാവിന്റെ ഭാര്യയുടെ ചാരിത്രത്തെ അഗ്നി പോലും സ്പർശിക്കരുത്, അഗ്നി പോലും സ്പർശിക്കരുത്. രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സീതയ്ക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായില്ല. സീതയ്ക്ക് ഉത്തമ ബോധ്യമുണ്ട്, രാമനും ബോധ്യമുണ്ട്. രാമനും സീതയ്ക്കും ബോധ്യമുള്ളത് കൊണ്ട് കാര്യമില്ല, ഇത് ലോകത്തിന് ബോധ്യമാകണം. കാരണം അനേകം സ്ത്രീകളാണ് രാവണന്റെ കൊട്ടാരത്തിലുള്ളത്, അനേകം സ്ത്രീകൾ. ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയായിട്ട് 12 മാസക്കാലം കഴിഞ്ഞു എന്ന് ലോകം പറഞ്ഞാൽ നിഷേധിക്കുവാൻ കഴിയില്ല. പക്ഷെ അഗ്നിപ്രവേശം നടത്തി. പക്ഷെ അഗ്നിയിലൂടെ നടക്കുവാൻ ഒരു ചെറിയ തെറ്റ് സീതാദേവിക്ക് സംഭവിച്ചു, വാക്കിൽ പിഴ. മരീചൻ വന്നപ്പോ രാമൻ ഓടി, പിറകെ ഓടിയിട്ട് അവനെ കൊന്നു. മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മണ സീതേ എന്ന് വിളിച്ചു. സീത പറഞ്ഞു, എന്തോ അപകടമുണ്ട് രാമന്, ഓടിച്ചെല്ലു ലക്ഷ്മണ. അപ്പോൾ പറഞ്ഞു, രാമന്റെ രോമത്തിൽ തൊടാൻ കഴിയുന്ന ഒരു ശക്തി ഈ ത്രിലോകങ്ങളിലുണ്ടോ അമ്മേ? അമ്മയെന്നാണ് അഭിസംബോധന ചെയ്യുക. ഏട്ടന്റെ ഭാര്യ അമ്മയാ, ജ്യേഷ്ഠത്തി അമ്മയാ. വീണ്ടും വീണ്ടും നിർബന്ധിച്ചു, ഓടാൻ തയ്യാറായില്ല. ഒടുവിൽ പറഞ്ഞു, ദുഷ്ട, എന്റെ ഭർത്താവ് ജീവരക്ഷാർത്ഥം അലറി വിളിക്കുമ്പോഴും നീ ഓടാത്തത് എന്റെ ഭർത്താവിന്റെ മരണശേഷം എന്നെ സ്വന്താക്കാൻ വേണ്ടിയാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിൽ കൂടിയത് എന്ന്. ഈ വാക്ക് സീതയുടെ വായിൽ നിന്നും വീഴാൻ പാടില്ലായിരുന്നു. പക്ഷെ വീണുപോയി. അതിന് കർമ്മഫലം ആർക്ക് എവിടെ കിട്ടി? സീതയ്ക്ക് അവിടെ കിട്ടി. രാമായണത്തിലൊരു രംഗമുണ്ട്, ഈ ആഭരണങ്ങൾ മുഴുവൻ കിട്ടുകയാണ്. രാമന് കണ്ണു നിറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. രാമൻ മാല എടുത്തിട്ട് ലക്ഷ്മണന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ലക്ഷ്മണ അനുജ നോക്കൂ, ഇത് നിന്റെ ജ്യേഷ്ഠത്തി അമ്മയുടേതാണോ? അറിയില്ല ജ്യേഷ്ഠ. കമ്മലെടുത്തു കാണിച്ചു കൊടുത്തു, അറിയില്ല ജ്യേഷ്ഠ. ഓരോന്നും കാണിച്ചു കൊടുത്തു, അറിയില്ല ജ്യേഷ്ഠ എന്ന് പറയുന്നു. ഒടുവിൽ പാദസരം കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അറിയാം ജ്യേഷ്ഠ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജ്യേഷ്ഠത്തി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട്. ആ ലക്ഷ്മണനോട് സീത ഇങ്ങനെ പറയാൻ പാടുണ്ടോ? മഹാലക്ഷ്മിക്ക് പോലും കർമ്മഫലത്തിൽ നിന്നും ഒളിച്ചോടുവാൻ സാധ്യമല്ല. മഹാലക്ഷ്മിക്ക് പോലും കർമ്മഫലത്തിൽ നിന്നും ഒളിച്ചോടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാർ വീണ്ടും വീണ്ടും ഇത് പഠിപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും രാമായണവും മഹാഭാരതവും ഭാഗവതവും എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നാം ജീവിക്കുന്ന ലോകം, രാവിലെ എഴുന്നേറ്റ് മനോരമ, മാതൃഭൂമി പത്രം വായിച്ചാൽ കാണുന്ന പോസിറ്റീവായിരിക്കും വാർത്ത. നെഗറ്റീവുകൾ, മാനഭംഗങ്ങൾ, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരു സിനിമ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ നമ്മെ മലീമസമാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈക്കത്തപ്പൻ്റെ അമ്പലത്തിൽ ഒന്ന് പോകുന്നവർ, അവിടെ ഞാൻ വൈക്കത്ത് എന്നപ്പോൾ ഒട്ടുമിക്ക കുടുംബങ്ങൾ അങ്ങനെ പോകുന്നു. ശ്രീധർമ്മശാസ്താവിൻ്റെ മഹത്തായ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ ഗണപതിയുണ്ട്. ശ്രീധർമ്മശാസ്താവ് ആരാണെന്ന് നമുക്ക് നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. പേര് തന്നെ ധർമ്മശാസ്താവ് എന്നാണ്. എന്താണ് ധർമ്മം? ജഗതഃ സ്ഥിതി കാരണം. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകത്തുകയുടെ പേരാണ് ധർമ്മം. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഏതഹൂ യഹ സഹ ധർമ്മ. മനുഷ്യന്റെ ശരിയായ അഭ്യുദയവും നിശ്രേയസവും ഭൗതികവും ആധ്യാത്മികമായി ഉയർച്ചക്കുതകുന്നത് എന്തോ അതാകുന്നു ധർമ്മം. അതുകൊണ്ട് നമുക്ക് 3 തരം ആരോഗ്യത്തെ കുറിച്ച് പറയാനുണ്ട് നമ്മൾ: ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി. ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാവണം, മാനസികമായിട്ട് ആരോഗ്യമുണ്ടാകണം, ആധ്യാത്മികമായിട്ട് ആരോഗ്യമുണ്ടാകണം.
ഈ മൂന്ന് ആരോഗ്യവും ചേരുന്നതാണ് ആരോഗ്യം. മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് പാൽപ്പായസം കൃത്യമായിട്ട് ആസ്വദിക്കുവാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങളുടെ പിറകെ ഭ്രാന്തനായോടി നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ കിതച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഒരു ഗ്ലാസ് പാൽപ്പായസം തന്നു. അപ്പോൾ തന്നെ മനോഹരമായ പാൽപ്പായസം എന്ന് പറഞ്ഞ് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ, ഭയം, പ്രോബ്ലംസ് ഇതെല്ലാം തന്നെ നമ്മുടെ മൈൻഡിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നു. അപ്പോഴാണ് ആധ്യാത്മികത നമ്മുടെ മനസ്സിനെ ആരോഗ്യമാക്കുന്നത്. എങ്ങനെയാണ് ആധ്യാത്മികത ആരോഗ്യത്തെ ഉണ്ടാക്കുക? രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ ശ്രീധർമ്മശാസ്താവിനെയും ഗണപതിയെയും തൊഴുതിട്ട് ഒരു 10-15 മിനിറ്റ് ഇവിടെ ചെലവഴിച്ച് എല്ലാം കൂടി വീട്ടിലെത്തുമ്പോഴേക്ക് എല്ലാം കൂടി ഒരു അരമണിക്കൂർ. എന്ത് സംഭവിക്കുന്നു അവിടെ? എന്താണ് നമ്മൾ അറിയാതെ നമ്മൾ സംഭവിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ അറിയില്ലേ? ആകാശം, ക്രമത്ത് പറഞ്ഞാൽ ആകാശം, അമ്മമാർന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ ആകാശവും വായു തമ്മിലുള്ള വ്യത്യാസം എന്താ? ആകാശത്തിന് പരിധിയില്ല, വായുവിന് പരിധിയുണ്ട്. കിണറ്റിലിറങ്ങിയ ആൾ ശ്വാസം മുട്ടി മരിച്ചു, കേട്ടിട്ടില്ലേ? കിണറ്റിന്റെ ഉള്ളിൽ ആകാശമുണ്ട്, പക്ഷെ വായു കിട്ടിയിരുന്നില്ല. വായുമണ്ഡലത്തിന് പരിധിയുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെ മനുഷ്യൻ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചരസങ്ങളുണ്ട്. ആകാശം ശബ്ദം ചെവി, വായു സ്പർശം ത്വക്ക്, അഗ്നി കാഴ്ച കണ്ണ്, ജലം രസം നാവ്, ഭൂമി ഗന്ധം മൂക്ക്. പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് സമന്വയിക്കുന്ന ഒരൊറ്റ കേന്ദ്രമുണ്ട് ഈ ഭൂമിയിൽ. അതെവിടെ നിന്നറിയോ? ക്ഷേത്രം. ലോകത്തിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒന്നിക്കുന്നുള്ളൂ. നിങ്ങൾ രാവിലെ 5:30 മണിക്ക് ക്ഷേത്രത്തിലെത്തിയപ്പോൾ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ധർമ്മശാസ്താവിനെ കണ്ടപ്പോൾ കണ്ണിന് ഏറ്റവും നല്ല കാഴ്ച കിട്ടി. നിലവിളക്കിന്റെ പ്രകാശത്തിൽ എത്ര മണിക്കൂർ നോക്കി നിൽക്കാൻ കഴിയും? ബൾബിനെ അങ്ങോട്ട് നോക്കാനേ പറ്റില്ല. നിലവിളക്കിനേക്കാൾ എത്രയോ പ്രകാശം കൂടുതലാണ്. അപ്പൊ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ നാം ധർമ്മശാസ്താവിനെ കണ്ടു, കണ്ണിന് ഏറ്റവും നല്ല കാഴ്ച കിട്ടി. മണിയുടെ മുഴക്കം, മന്ത്രത്തിന്റെ ഉച്ചാരണം, ഇടക്കയുടെ നാദം, ഇതെല്ലാം ചേരുമ്പോൾ അതിമനോഹരമായ ശബ്ദം. ചെവി, വായു, സ്പർശം, വായു സ്പർശമാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടി. രണ്ടാമത് നമ്മുടെ തൊടാൻ വേണ്ടിയിട്ടില്ലേ? തൊടാൻ വേണ്ടി കിട്ടുമ്പോൾ നമ്മുടെ ത്വക്കിന് ഏറ്റവും നല്ലത് കിട്ടി. ചെവിക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന മണിയുടെ മുഴക്കങ്ങൾ, കാര്യങ്ങൾ കിട്ടി. കണ്ണിന് ഏറ്റവും നല്ല കാഴ്ചയെ കിട്ടി. തുളസി തീർത്ഥം കിട്ടില്ലേ കുടിക്കാൻ തുളസി തീർത്ഥം കിട്ടി. ഇനി ഏറ്റവും നല്ലൊരു ഗന്ധമുണ്ട് അവിടെ. അതെന്താണെന്നറിയോ? ഈ ഗണപതി ഹോമം കഴിക്കാറില്ലേ ക്ഷേത്രത്തിലെ? എള്ള്, നെയ്യ്, നാളികേരം, ഇതാണ് പ്രധാനമായിട്ടും അതിൽ നമ്മൾ ഹോമിക്കുക. ഹിന്ദുക്കളെ കുറിച്ച് ആളുകൾ ആരോപണം ഉന്നയിക്കുന്ന പ്രധാനമായിട്ട് ഇതാണ്. 1000 രൂപ വിലയുള്ള നെയ്യ് കൊണ്ടുപോയിട്ട് എവിടെ ഒഴിക്കുക? തീയിലൊഴിക്കുക. ശബരിമലയിലൊക്കെ എത്ര നെയ്യാ ഒഴിക്കുന്നത്? എന്തിനാണ് നെയ്യ് തീക്ക് കൊടുക്കുന്നത്, അഗ്നിക്ക് സമർപ്പിക്കുന്നത്? ഏതഗ്നിയാ? പെട്രോൾ കത്തിച്ച അഗ്നിയാണോ? പ്ലാസ്റ്റിക് കത്തിച്ച അഗ്നിയാണോ? ശുദ്ധമായ വിറക് അല്ലേ? ഉണക്ക് വിറക് കത്തിച്ചിട്ട്, അത് മിക്കവാറും പ്ലാവായിരിക്കും. ആ പ്ലാവ് വിറക് കത്തിച്ച് അതിലേക്ക് എള്ള്, നെയ്യ്, നാളികേരം ഇടുമ്പോൾ പൈറസീൻ എന്ന വാതകം പുറത്തേക്ക് വരും. സമസ്ത രോഗാണുക്കളെയും ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന പ്രകൃതിക്ക് ഏറ്റവും നല്ലതിനെ ഹിന്ദു തിരിച്ചു കൊടുക്കുന്നു. ലോകത്തിൽ 2 വാക്കുകളുണ്ട്: ചൂഷണം, ദോഹനം. ചൂഷണം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ചോരയും കറന്നെടുക്കുക. ദോഹനം എന്ന് പറഞ്ഞാൽ കറന്നെടുക്കുക. പശുവിനെ സംരക്ഷിക്കുന്നു, അല്പം പാല് നമ്മൾ വീട്ടിലേക്ക് കറന്നെടുക്കുന്നു. നമ്മൾ സംരക്ഷിക്കുക, കൊടുക്കുക, എടുക്കുക. ഇതാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ചുകൊണ്ട് ഭൂമിയോട് മാപ്പ് പറയുന്നു ഹിന്ദു. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രത്തെ വസ്ത്രമാക്കിയവൾ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവൾ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഒരു വ്യക്തിക്ക് ഭൂമിയെ ചൂഷണം ചെയ്യാൻ കഴിയുമോ? ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുമോ? ഹിന്ദുക്കളായ നമ്മളെ നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ വേദങ്ങൾ പഠിപ്പിച്ചു. ഇതെല്ലാം അമ്മയാണ്. എല്ലാത്തിനെയും മാതൃഭാവത്തിൽ കാണുക. ഈ ഭൂമി അമ്മയാണ്. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ പുത്രനാണ്. വെള്ളം കിട്ടാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളും ഹിന്ദുക്കൾക്ക് അമ്മയാണ്.
കടൽ കടലമ്മയാ, ഗംഗ ഗംഗാമാതാവാ, പശു നമുക്ക് അമ്മയാ. അപ്പോഴാണ് മൂരി നിന്റെ അച്ഛനാണോ എന്ന ചോദ്യമൊക്കെ വരിക. പശു ഇങ്ങനെ അമ്മയായത്? അമ്മയുടെ മുലപ്പാലിനൊപ്പം 4 വയസ്സിന് ചുവട്ടുള്ള കുഞ്ഞിൻ്റെ വയറ്റിൽ ദഹിക്കുന്ന ലോകത്തിലെ ഏക പാൽ പശുവിൻ്റേത് മാത്രമാണ്. നിങ്ങളെല്ലാം അമ്മമാരാണ്, മക്കളെ മുലയൂട്ടി വളർത്തിയവരാണ്. നിങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുലപ്പാലിനൊപ്പം കുടിച്ച പാല്, കൊടുത്ത പാലേതായിരുന്നു? പശുവിൻ്റെ പാലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പശുവിന് അമ്മയുടെ സ്ഥാനം കൊടുത്തു. ഇത് പശു അറിയോ? നമ്മളിപ്പോൾ രാത്രി തിരിച്ചു വന്നിട്ട് വീട്ടിൽ പശുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഗോമാതാവേ എന്ന് പറഞ്ഞ പശുവിന് ചവിട്ട് വെച്ചു തരും. പശുവിന് ഇതറിയില്ല. നമ്മൾ പശുവല്ല. അതാണ് ഈ പറയുന്ന ബീഫ് ഫസ്റ്റ് നമ്മൾ തമ്മിൽ വ്യത്യാസം അല്ലേ? ബീഫ് ഫസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ? ഗുരുവായൂരപ്പൻ്റെ കോളേജിൽ ബീഫ് ഫസ്റ്റ്. പശുവിനെ അറുത്തിട്ട് അതിൻ്റെ ബീഫ് അല്ല, അതിൻ്റെ എന്താ പറയണ്ട, അതിൻ്റെ മാംസം കൊണ്ട് കപ്പ ബിരിയാണി. ഞങ്ങളുടെ തൊട്ടടുത്ത ജില്ല കണ്ണൂർ ജില്ലയിലെ പബ്ലിക്കായിട്ടൊരു പശുക്കിടാവിനെ ലോറിയിൽ ടർത്തു. വലിയ വിവാദമായിരുന്നു വന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ പോലും സമ്പൂർണ്ണ ഗോവധ നിരോധനം നടപ്പിലാക്കപ്പെടണമെന്ന്. 1964 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നടുക്കുണ്ടായിരുന്ന ചിഹ്നം ചർക്കയായിരുന്നില്ല, പശുവും കിടാവുമായിരുന്നു. പശുവും കിടാവുമായിരുന്നു. അത്രമാത്രം ഈ മണ്ണ് അമ്മയുടെ രൂപത്തിൽ സംരക്ഷിക്കേണ്ടതിനെ കണ്ടു. നമ്മളെ സംരക്ഷിക്കുന്നതിനെ അമ്മയായി കാണുക. വെള്ളത്തെ സംരക്ഷിക്കുക, കടലിനെ സംരക്ഷിക്കുക, നദിയെ സംരക്ഷിക്കുക. ഇപ്പം രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ 7 നദിയിൽ പോയി കുളിക്കണമെന്നാ പറ്റുന്ന കാര്യമാണോ ഇത്? ഇല്ല. പക്ഷെ ഒരു ബക്കറ്റിലേക്ക് 7 നദി ഇങ്ങോട്ട് കൊണ്ടുവരാവോ? കൊണ്ടുവരാം. ഒരൊറ്റ മന്ത്രം ചൊല്ലിയാൽ മതി. ഗംഗൈച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ മന്ത്രം അങ്ങോട്ട് ചൊല്ലിയാൽ 7 നദിയിലെ വെള്ളത്തിലാണ് ഞാൻ രാവിലെ കുളിക്കുന്നത്. ഇതാണ് സങ്കല്പം. ഗംഗ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് 2500 കിലോമീറ്റർ നീളത്തിലൊരു ഗംഗാസാഗരത്തിലാണ്. അങ്ങ് ഉത്തരഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും ഗംഗ ഒഴുകുന്നു. എന്നാൽ കാവേരി ഇങ്ങ് കർണാടകയിലാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏകതയെക്കുറിച്ച് ഓർമ്മിക്കും. എങ്ങനെയാണ് ഈ കാവേരി ഇവിടെ വന്നെന്നുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാം. ഒരിക്കൽ ഹിമവാനും വിന്ധ്യനും തമ്മിൽ ഒരു മത്സരം ഉണ്ടായി. ആരുടെ കൊടുമുടിക്കാണ് ഏറ്റവും വലിപ്പം? രണ്ടുപേരും കൊടുമുടി ഉയർത്താൻ തുടങ്ങി. ഹിമാലയത്തിന്റെ കൊടുമുടി എത്ര ഉയർന്നാലും കുഴപ്പമില്ല, ഭാരതത്തിന്റെ സുരക്ഷിതത്വം കൂടും. പക്ഷെ വിന്ധ്യൻ ഗുജറാത്ത് മുതൽ അങ്ങോട്ടാ. വിന്ധ്യൻ കൊടുമുടി ഉയർത്തിയപ്പോൾ ഭാരതം 2ആയി പകുത്തുപോയി. അപ്പോൾ ദേവന്മാർക്ക് മൊത്തത്തിൽ ടെൻഷനായി, ലോകത്തിൽ മൊത്തം പ്രോബ്ലമായി. ഭാരതം 2ആയി പോകുന്നു, ഭാരതം 2ആയി വിഭജിക്കപ്പെടുന്നു. വിന്ധ്യൻ അതിൻ്റെ അഹങ്കാരം കൊണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥം വരെ കൊടുമുടിയെ ഉയർത്തിയിരിക്കുന്നു. ആര് പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല, മഹാ അഹങ്കാരിയാണ്. പിന്നെ ഒരാൾ പറഞ്ഞാൽ കേൾക്കും. ആരാണ്? ഗുരുനാഥൻ പറയണം. ആരാണ് ഗുരുനാഥൻ? അഗസ്ത്യമുനി. എവിടെയുണ്ട്? ഹിമാലയത്തിൽ തപസ്സിലാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സമസ്ത ദേവഗണങ്ങളും ചേർന്ന് ഗുരുനാഥന്റെ കാൽക്കൽ ചെന്നിട്ട് അഭയം പ്രാപിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യൻ ഇങ്ങനെ ഒരു തോന്നിയാസം കളിക്കുന്നുണ്ട്, ഒരു പരിഹാരം കാണിക്കണം. ഞാൻ ഏറ്റു. അവിടുന്ന് ഇറങ്ങി ഗുരുനാഥൻ കയ്യിൽ ഒരു കമണ്ടലുവിൽ ഒരു നദിയെ എടുത്തുകൊണ്ട്, ഹിമാലയത്തിൽ നിന്ന് പോരുമ്പോൾ ഒരു നദിയെ ഇങ്ങോട്ട് എടുത്തു തന്റെ കമണ്ടലുവിൽ. എന്നിട്ട് നടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് വിന്ധ്യൻ തന്റെ ഗുരുനാഥനെ കാണുന്നു. ഗുരുവിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു, തന്റെ പർവ്വതങ്ങളെ മൊത്തം അങ്ങോട്ട് താഴ്ത്തി. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ എന്ന് തിരിച്ചു വരുന്നുവോ അന്നേ നീതി പോക്കാൻ പാടുള്ളൂ. യെസ്. അങ്ങനെ നേരെ അഗസ്ത്യാർ കൂടത്തിലേക്ക് വന്നു. അവിടെ ദീർഘ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ ഗണപതി ഭഗവാൻ ഒരു മൈനയുടെ രൂപത്തിൽ വന്നിട്ട് ഈ കമണ്ടലു തട്ടിമറിച്ചു. ആ കമണ്ടലു തട്ടിമറിച്ചതിൽ നിന്നും ഒരു നദി ഉത്ഭവിച്ചു. അതാണ് കാവേരി. ആലോചിക്കൂ, ഒരു കഥയാണ്. ഒരു കമണ്ടലുവിൽ ഇത്ര വലിയ നദി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മുടെ യുക്തിവാദികൾ ചോദിക്കുക. ഈ കഥയുടെ സങ്കല്പം നോക്കൂ. കാവേരിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ നിന്ന് അഗസ്ത്യമുനി കമണ്ടലുവിലാക്കി കൊണ്ടുവന്നതാണ് ഇവിടം. എന്ന് വെച്ചാൽ ഈ മണ്ണേകമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ ചെന്നാൽ അവിടെയുള്ള നമ്മുടെ അമ്മമാര് പറയും, ഒരു സ്ഥലം കാണിക്കാനുണ്ട്. ഏതാണ്? സീതത്തോട്. എന്താണ് ഒരു പ്രത്യേകത? അത് സീതാദേവിയുടെ കുളിച്ചിട്ടുണ്ട്, ഉറപ്പുണ്ടോ? ഞങ്ങൾക്ക് ഉറപ്പാ, സീതാദേവി ഇവിടെ തന്നെയാണ് കുളിച്ചത്.
തെളിവുണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. അത് വിശ്വാസമാണ്. അതായത് വനവാസ സമയത്ത് രാമനും ലക്ഷ്മണനും സീതയും കൂടി സഞ്ചരിച്ച് ഭാരതത്തിന്റെ ഒട്ടുമിക്ക പ്രദേശത്തെത്തി. അവരിങ്ങനെ നമ്മുടെ പത്തനംതിട്ട വന്നപ്പോ പത്തനംതിട്ടയിലെ മനോഹരമായ ഒരു അരുവി കണ്ട് അരുവിയിൽ അവർ കുളിച്ചു. സീതാദേവി കുളിച്ചു. അങ്ങനെ കുളിച്ചത് രാമായണത്തിൽ രേഖപ്പെടുത്തി വെച്ചു. ആ രേഖപ്പെടുത്തി വെച്ചതിനെ സീതത്തോട് എന്ന പേരിൽ ഇപ്പോഴും പറയുന്നു. നോക്കൂ, ഇതാണ് നമ്മുടെ സങ്കല്പം. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടി പിതൃയജ്ഞം നടത്തുവാൻ ലോകത്തിൽ ഏറ്റവും നല്ല സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഗംഗയുടെ തീരമുണ്ട്, പക്ഷേ രാമേശ്വരം തിരഞ്ഞെടുക്കൂലേ? എന്താ? രാമൻ എവിടെയാണ് ചെയ്തത്? രാമേശ്വരത്താണ് ചെയ്തത്. മരിച്ചാൽ മോക്ഷം കിട്ടാൻ വേണ്ടി ആളുകൾ മരിക്കാൻ പോകും. എവിടെയാണെന്നറിയോ? കാശി. നല്ല സ്ഥലമാണ്, പക്ഷേ കാശി ഉത്തർപ്രദേശിലാണ്. മരിക്കാൻ മോക്ഷം കിട്ടുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ച സ്ഥലമാണ് അവിടെ. തീർന്നില്ല. ഞങ്ങളിങ്ങനെ ഭാരതയാത്ര നടത്തുന്നവരാണ്. യാത്രയിൽ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഹരിദ്വാറിൽ പോയ സമയത്ത് മായ എന്ന് പറയും, സപ്തമോക്ഷപുരികളിൽ ഒന്നാണ് അയോധ്യ, മധുര, മായ എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ. ആ ഹരിദ്വാറിലെ ഒരു ചായക്കടയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ചായക്കടയിൽ ചായ കുടിക്കുന്നതിനെ കുറിച്ച് പറയാനല്ല, ആ ചായക്കടയുടെ ഓണറുടെ ആ ക്യാഷ് കൗണ്ടറിന്റെ മുകളിൽ ഒരു ഫോട്ടോ രാമൻ, സീത, ലക്ഷ്മണൻ, നമ്മുടെ ഹനുമാൻ സ്വാമി. എൻ്റെ നാട്ടിൽ നാരായണന്റെ ചായക്കടയിലും ഇതേ ഫോട്ടോ, ഒരു വ്യത്യാസവുമില്ല. ഇവിടുന്ന് 3000 കിലോമീറ്റർ അകലെ ഒരു 3 ദിവസത്തോളം ട്രെയിനിൽ സഞ്ചരിച്ച് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിലെ ഹരിദ്വാറിലെത്തിയിട്ട് അവിടുത്തെ ചായക്കടയിൽ കാണുന്ന ആ ഫോട്ടോയും നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ കാണുന്ന ഫോട്ടോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഈ രാഷ്ട്രം എന്നും ഏകമാണ്. നമ്മളെല്ലാം കോർത്തിണക്കുന്നതാണ് രാമനും കൃഷ്ണനും. നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്നതാണ് രാമനും കൃഷ്ണനും. അതുകൊണ്ട് രാമൻ ജനിച്ചത് കേരളത്തിലല്ലാണോ? മധുര, തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, മറ്റേ നാദിരി ചെയ്യുന്ന ധാണ് അല്ലേ, മറ്റേ മധുര. ആ മധുര എവിടെയാ? ഉത്തർപ്രദേശ്. സമയം കിട്ടുമ്പോൾ ഒന്ന് പോകണം കേട്ടോ അമ്മമാരെ, ആ കാരാഗ്രഹം കാണാം. ഞങ്ങൾ മാർച്ച്, ഏപ്രിൽ, മെയ്യിലൊക്കെ പോകുന്നുണ്ട്. ആ കാരാഗ്രഹത്തിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാം. കുറച്ചേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഭഗവാൻ ജനിച്ച കാരാഗ്രഹത്തിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക. ഞാൻ എപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് കരഞ്ഞു പോകും. ഞാനൊരു 4-5 പ്രാവശ്യമായിട്ട് അവിടെ പോവുകയാണ്. പക്ഷെ എനിക്കൊരു ഓർമ്മിക്കും, 5160 വർഷം മുമ്പ് കംസനെയും അമ്മാവനെയും ഭയന്നിട്ട് ഇവിടെയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ പ്രസവിച്ചത്. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിരിക്കുക, ഒരു മാറ്റവുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വല്ലാത്ത മനസ്സിനെ മതിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. കംസന്റെ കൊട്ടാരം ക്ഷേത്രമാണ്, ദേവകിയുടെ കൊട്ടാരം പള്ളിയാണ്. എന്ത് മതേതൃത്വം! വല്ലാത്ത വേദന തോന്നി. കാശിയിൽ ചെന്നാൽ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഈ നിങ്ങളുടെ ക്ഷേത്രത്തിൽ മതിൽക്കെട്ടില്ലേ, ഈ മതിൽക്കെട്ടിൽ അവിടെ കൊടിമരയില്ലേ, കൊടിമരത്തിന്റെ അവിടുത്തെ ഒരു പള്ളി വന്നുള്ള അവസ്ഥ എന്താ? നിങ്ങൾ അംഗീകരിക്കും അതിന്? ഇല്ല. എന്നാൽ പിന്നെ ആ കാശിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് പള്ളി കിടക്കുന്നത്. മതേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ മുറ്റത്ത് പള്ളി ഉണ്ടാക്കലല്ല. അതൊക്കെ പതുക്കെ ഹിന്ദുക്കൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, ഒക്കെ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇങ്ങനെ വരും. അതൊക്കെ സമയം പിടിക്കും. അയോധ്യയിൽ ചെന്നാൽ വല്ലാത്ത സന്തോഷം. 500 കൊല്ലക്കാലത്തെ പോരാട്ടം, 77 യുദ്ധം, 3 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി. വിട്ടുകൊടുത്തില്ല അവര്. 3 ലക്ഷം ആള് മരിച്ചു. ആ ഭവ്യമായ ക്ഷേത്രം ഇങ്ങനെ 4000-5000 ആൾ ഇപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. 75 ഏക്കർ ഭൂമിയിലാണ്. പക്ഷെ രാംലല്ല എന്ന് പറയുന്ന അരുമഭാവത്തിൽ പ്രതിഷ്ഠിച്ച രാമനെ നമുക്ക് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങ് കോട്ടയത്ത് ഇവിടെയുള്ള ഗ്രാമത്തിൽ നിന്ന് അങ്ങ് അയോധ്യയിലെ രാമനെ കാണുവാൻ എത്ര റിസ്ക് എടുത്ത് പോകുന്നത്? എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഇത്രയും പൈസ ചെലവഴിക്കുന്നത് എന്തിനാണ്? രോഗങ്ങൾ വരും, അവിടുത്തെ ഭക്ഷണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാണ് പോകുന്നത്? കാരണം രാമനും കൃഷ്ണനും എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതവുമാണ്. എൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്, എൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, അതുപോലെ എൻ്റെ വിശ്വാസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എൻ്റെ വിശ്വാസമില്ലെങ്കിൽ ഞാനില്ലല്ലോ. ക്ഷേത്രവും വിശ്വാസവും ശ്രീധർമ്മശാസ്ത്രവും വൈക്കത്തപ്പനൊന്നും ഇല്ലാത്ത നിങ്ങളെ സങ്കല്പിക്കാൻ കഴിയോ? ഭാഗവതമില്ലാത്ത, നാരായണീയമില്ലാത്ത, ഇതൊന്നും കേൾക്കാത്ത, വായിക്കാത്ത, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു അമ്മമാരെ സങ്കല്പിക്കാൻ കഴിയും ഈ നാട്ടിലെ? കഴിയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പം അവിടെയാണ്
രാമനും കൃഷ്ണനും ശിവനും എല്ലാം പരസ്പരം കണക്റ്റാണ്. അയ്യപ്പൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് സങ്കല്പിക്കുന്നു. ഇനി മണികണ്ഠൻ എന്ന് പറയുമ്പോൾ ശിവ വിഷ്ണു ശക്തി ചൈതന്യത്തിൽ നിന്ന്. അതിനൊക്കെ എങ്ങനെയാ പറയുന്നത്? സ്വവർഗരതിയുടെ സന്താനം എന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു കവി പറഞ്ഞു, കുരീപ്പുഴ ശ്രീകുമാർ. സ്വവർഗരതിയുടെ സന്താനമല്ല, വിഷ്ണു ഭഗവാൻ മായാമോഹിനിയാവുക എന്ന് വെച്ചാൽ വിഷ്ണു ചൈതന്യത്തിൽ നിന്ന് രാമനും കൃഷ്ണനും എങ്ങനെ പിറക്കുമ്പോഴും വിഷ്ണു അവിടെയുണ്ട്, വൈകുണ്ഠത്തിലുണ്ട് ഇല്ലേ? ഭഗവാൻ വൈകുണ്ഠത്തിലുണ്ട്. വൈകുണ്ഠത്തിലെ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്നാണ് ധർമ്മസംരക്ഷണത്തിന് രാമനും കൃഷ്ണനും പരശുരാമനും ബലരാമനും ഒക്കെ ഉണ്ടായതുപോലെ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്ന് മായാമോഹിനി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമുള്ള സ്ത്രീ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ആ സ്ത്രീയിലേക്ക് ശിവശക്തി ലയിപ്പിക്കപ്പെട്ടപ്പോൾ മഹിഷി മുഖിയെ നിഗ്രഹിക്കുവാനും ധർമ്മത്തെ സംരക്ഷിക്കുവാനും കലിയുഗവരതനായിട്ട് ഭഗവാന് ഈ മണ്ണിൽ അവതരിക്കേണ്ടി വന്നു. എല്ലാത്തിനും പരിഹാരമുണ്ട് അല്ലേ? പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യകശിപു ഒരു വരം വാങ്ങി ബ്രഹ്മാവിൽ നിന്ന്. പകലെന്നെ കൊല്ലരുത്, രാത്രി എന്നെ കൊല്ലരുത്, മൃഗവും പക്ഷിയും ദേവന്മാരും അസുരന്മാരും കിന്നരന്മാരും യക്ഷന്മാരും അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ ഇയാള് മൊത്തം അങ്ങ് ബ്ലോക്ക് ചെയ്തു. മരിക്കാൻ സാധ്യതയുള്ള സകലതും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു എന്നാണ് മൂപ്പര് വിചാരിച്ചത്. അങ്ങനെ പ്രഹ്ലാദന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഖയാദു ഗർഭിണിയായി, ഭാര്യ 6 മാസം ഗർഭിണിയായപ്പോൾ സ്കാനിങ് ആയിരുന്നു, ദേവലോകത്ത് സ്കാനിങ്. അപ്പൊ പറഞ്ഞു ഇത് ആൺകുട്ടിയാ, ഇപ്പൊ പുറത്ത് പറയാൻ പാടില്ല അല്ലേ? അവര് പുറത്ത് പറഞ്ഞു അച്ഛനേക്കാൾ വലിയ വില്ലനായിരിക്കും, അതുകൊണ്ട് ഗർഭത്തിലിട്ട് കൊന്നുകളയാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി വഴിയിൽ വെച്ച് നാരദ മുനി കണ്ടുപിടിച്ചു. എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവളെ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കൊണ്ടുപോകണ്ട, ഞാനേറ്റു, ഞാൻ നന്നാക്കിയെടുക്കാം. ഒരാളെ കൊല്ലുന്നതിൽ നല്ലതല്ലേ നന്നാക്കിയെടുക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി യാത്രയൊക്കെ അവസാനിപ്പിച്ചു. ആശ്രമത്തിൽ കൊണ്ടുപോയി രാവിലെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഓം നമോ നാരായണായ ഈ മന്ത്രം ജപിക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ ജപിച്ചു. ഈ നാമജപം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളുണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം പരീക്ഷിക്കാം. പക്ഷെ ആദ്യത്തെ ഒരാഴ്ചയെല്ലാം ഓം നമോ നാരായണായ സീരിയലിൽ അമ്മയമ്മ കടൽ ചാടിയോ ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കുക. മൈൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ഭഗവാന്റെ നാമം ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, മനസ്സിലായല്ലോ. പക്ഷെ മനസ്സിവിടെ ഒന്നുമല്ല ഉണ്ടാവുക, മനസ്സിലായല്ലോ. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, വലിയ മൈക്കുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ് 10 പവൻ വെച്ചിരിക്കുന്ന അലമാര പൂട്ടിയിരുന്നോ? മൈൻഡ് എവിടെ ഉണ്ടാവും? അലമാര പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ആ അലമാരയുടെ ലോക്കിന്റെ മുകളിൽ കിടക്കും. അതാണ് മൈൻഡ്. അതുകൊണ്ട് മൈൻഡ്, മനസ്സും ബുദ്ധി ആത്മാവും നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഈ മനസ്സും ബുദ്ധിയും ഒരു രേഖയിൽ വരാത്തതാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല 90% കുട്ടികൾക്കും. പഠിച്ചതൊക്കെ എപ്പം മറന്നു പോവാ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇത് എപ്പം മറന്നു പോകും. മാത്തമെറ്റിക്സ് മറന്നു പോകും. എന്നാൽ വിജയുടെ സിനിമ കണ്ടാൽ ഒരു സംഗതി മറന്നുപോയില്ല. എന്താ മറന്നു പോകാത്തത്? വിജയുടെ സിനിമ കാണുമ്പോൾ 6-ാം തമ്പുരാൻ കണ്ടത് ഞാൻ എത്രയോ വർഷം മുമ്പ്, ഒരു രംഗം എന്നോട് മറന്നുപോയിട്ടില്ല. പക്ഷേ ഡിഗ്രിക്ക് 10ാം ക്ലാസ്സിലും പഠിച്ച കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമെറ്റിക്സ് ഒരു സംഗതി അങ്ങനെയല്ലേ ഓർമ്മയില്ല. അപ്പോൾ എന്തിന് മൈൻഡ് കൊടുക്കുന്നു? മൈൻഡ് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ കുട്ടികളുടെ വൈഭവം ക്ലാസ് ഉണ്ട്, ഞാൻ എൻ്റെ ലിങ്കൊക്കെ തരാം. അതിലൂടെ പരിവർത്തനം ചെയ്യിക്കണം, കുട്ടികളുടെ എക്സസൈസ് ചെയ്യണം. ഇത് മൈൻഡിനുള്ള, ശരീരത്തിലുള്ള ധാരാളം വ്യായാമങ്ങളൊക്കെ ഉണ്ടാവും, മൈൻഡിനുള്ള വ്യായാമങ്ങൾ ചെയ്യണം. എന്നിട്ട് അവരുടെ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കണം. 1-2 പ്രാവശ്യം വായിച്ചാൽ അത് ബുദ്ധിയിൽ ഉറക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിത ഗ്രന്ഥിയായ വിഷയങ്ങളെ മാറ്റുവാൻ ഒരു നാമജപത്തിന് മതിയാവും. അപ്പൊ നാമം ജപിച്ചു, ഇത് കേട്ടുകൊണ്ട് ഖയാദുവിന്റെ ഗർഭസ്ഥ ശിശു വളർന്നു. ഗർഭസ്ഥ ശിശുവിന് പുറലോകമായിട്ട് ബന്ധമുണ്ട് എന്ന് അമേരിക്ക ഒരു പേര് കൊടുത്തപ്പോൾ അഭിമന്യു എഫക്ട് എന്നാണ് കൊടുത്തത് അല്ലേ? അഭിമന്യുന്റെ കഥ കേട്ടിട്ടില്ലേ? സുഭദ്രയുടെ വയറ്റിൽ കിടന്ന അഭിമന്യു കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ള കഥ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവനാണ് പ്രഹ്ലാദൻ, ഖയാദുവിന്റെ കുട്ടി, ഹിരണ്യകശിപന്റെ കുട്ടി. വളർന്നു 2 വയസ്സായപ്പോൾ നാമം ജപിക്കാൻ പറഞ്ഞു. ആ നാട്ടിൽ ജപിക്കേണ്ട നാമം ഓം ഹിരണ്യകശിപായ നമ എന്നാണ്. പക്ഷെ മോൻ ജപിച്ചു ഓം നമോ നാരായണായ. അച്ഛൻ ഷോക്കായി പോയി. മോൻ തന്നെ വാല് വളഞ്ഞിരിക്കുന്നു. നാട്ടിലെ മൊത്തം കുട്ടികൾ എന്താ ജപിക്കുന്നത്? ഓം ഹിരണ്യകശിപായ നമ. സ്വന്തം മോൻ എന്താ ജപിക്കുന്നത്? ഓം നമോ നാരായണ. ഇതിലും വലിയ മാനക്കേട് ഉണ്ടാവോ? അപ്പൊ നാട്ടുകാർ പറഞ്ഞു വീട് നന്നാക്കടോ, എന്നിട്ട് മതി
നാട് നന്നാക്കൽ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇയാളാകെ അപമാനിതനായി. മോനായതുകൊണ്ട് കൊല്ലാനുള്ളൊരു മടിയുണ്ട്. അങ്ങനെ ഒരു ഗുരുനാഥൻ്റെ അരികിൽ ഏൽപ്പിച്ചു. ഗുരുനാഥനോട് പറഞ്ഞു, ഞാനൊരു 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവൻ ഗംഭീരമായിട്ട് എൻ്റെ നാമം ഉച്ചരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഗുരുനാഥന് മൊത്തം ടീമും ആശ്രമത്തിൽ തോന്നമോ നാരായൺ. ലോകത്തെ മാറ്റുന്നത് എല്ലാവരുമല്ല, ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയും. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന എല്ലാവരും. നിങ്ങൾ ഈ ഗ്രാമത്തെ മൊത്തം മാറ്റുന്നത് എല്ലാവരുമല്ല. ഈ ക്ഷേത്രത്തിൽ കമ്മിറ്റിയിൽ ഈ ഗ്രാമത്തിലെ മൊത്തം ആളുകളൊന്നും ഉണ്ടാവില്ല. ഒരു 5-10 പേര്, അല്ലെ 10-20 പേരുണ്ടാവും. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അവർ നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കും, അവർ നിരന്തരം നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, അവർ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് സ്തന മന ധന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടുമുള്ള പിന്തുണ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഉഷാറായിട്ട് എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യാൻ 10 ആളെ ഉണ്ടാവും. അത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. 100 പേര് ചേർന്നൊരു പാമ്പിനെ തല്ലിയാൽ പാമ്പ് ബാക്കി ഉണ്ടാവില്ല, അല്ല പാമ്പ് രക്ഷപ്പെട്ടു എന്നൊക്കെ ഞാൻ നാട് പറയാറുണ്ട് അല്ലേ. അതുപോലെ എല്ലാവരും ചേർന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ലോകത്തെ പരിവർത്തനം ചെയ്യിക്കുന്നത്. ബുദ്ധിശക്തിയുള്ള, സമയം കൊടുക്കുവാൻ കഴിയുന്ന, മനസ്സുള്ള ആളുകൾ. ഇത് 3 വേണം. ക്രിയാത്മകമായ ബുദ്ധി വേണം, പ്രാക്ടിക്കലായിരിക്കണം ഓരോ നാടിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്. 2, അതിന് സമയം കൊടുക്കാൻ കഴിയണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരുന്നു പ്രഹ്ലാദൻ. മാറ്റം വരുത്തി കഴിഞ്ഞു മൊത്തം ആളുകൾ. ഒടുവിൽ അച്ഛൻ തീരുമാനിച്ചു കൊന്നുകളയും, മകനെ തന്നെ കൊല്ലും. സായം സന്ധ്യയിൽ മകൻ ജപിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ കൊല്ലുവാൻ വാളുമായി വന്നു. മകനോട് പറഞ്ഞു, ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്ന മകനോട് പറഞ്ഞു, എടാ നിന്റെ നാരായണൻ എവിടെ? അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ്റെ ഹൃദയത്തിൽ നാരായണനുണ്ട്. താത്വികമായ അവലോകനമായിരുന്നു അത്. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലില്ല, എൻ്റെ ഹൃദയത്തിൽ നിന്റെ നാരായണില്ല. അപ്പോൾ പറഞ്ഞു, എവിടെ ഉണ്ട്? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നാരായണനുണ്ട്. ഇത്തൂണിലുണ്ടോന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു തൂണുണ്ടായിരുന്നു. ആ തൂണിലും ഉണ്ട്. ഒരു വെട്ടുവെച്ച് കൊടുത്തു. അതിൽ നിന്ന് ആര് പുറത്തേക്ക് വന്നു? നരസിംഹമൂർത്തി. നരസിംഹം, മനുഷ്യനല്ല മൃഗമല്ല. ഇടത് കൈ കൊണ്ട് വലിച്ചെടുത്തു. ഹിരണ്യകശിപിനെ വാതിൽപ്പടിയിൽ ചെന്നിരുന്നു, മടിയിൽ കിടത്തി. സായം സന്ധ്യയിൽ കുടൽമാല പുറത്തേക്ക് വലിച്ചിട്ട് അവനെ കൊന്നുകളഞ്ഞു. പകല് കൊന്നോ? ഇല്ല. രാത്രി കൊന്നോ? സന്ധ്യയിൽ കൊന്നു. പുറത്ത് വെച്ച് കൊന്നോ? അകത്ത് വെച്ച് കൊന്നോ? ഇല്ല. വാതിൽപ്പടിയിൽ വെച്ച് കൊന്നു. ആകാശത്ത് വെച്ച് കൊന്നോ? ഭൂമിയിൽ വെച്ച് കൊന്നോ? ഇല്ല. മടിയിൽ കിടത്തി കൊന്നു. മനുഷ്യൻ കൊന്നോ? മൃഗം കൊന്നോ? ഇല്ല. ഇത് രണ്ടും ചേർന്ന രൂപം. എവരി പ്രോബ്ലം ഹാവ് എ സൊല്യൂഷൻ. പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്, ഒപ്പം പരിഹാരവും എല്ലാ കാലത്തും ഉണ്ട്. രാമനുണ്ടെങ്കിൽ രാവണനുണ്ട്, കൃഷ്ണനുണ്ടെങ്കിൽ കംസനുമുണ്ട്. പ്രശ്നങ്ങൾ ഇൻബോണാണ്. നാം ജനിക്കുമ്പോൾ നമുക്കൊപ്പം പ്രശ്നങ്ങളും ജനിക്കപ്പെടുന്നു. പ്രശ്നങ്ങളില്ലാത്ത ലോകം, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരൊക്കെ വളരെ വളരെ അപൂർവമായിരിക്കും. പക്ഷേ ഈ പ്രശ്നത്തെ തരണം ചെയ്യണം. പ്രശ്നത്തെ തരണം ചെയ്യാതെ ആത്മഹത്യ ചെയ്യുന്നതിൽ 95% ഹിന്ദു. 2014 കേരള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല കേട്ടോ, സർക്കാരിന്റെ കണക്കാ. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു. ആ ഹിന്ദു, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഭാഗവത സപ്താഹത്തിന് വരുന്നവരായിരിക്കില്ല, രാമായണവും വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്നവരായിരിക്കില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ ദൈവങ്ങളും വിശ്വാസങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഉപകരിക്കുക. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി വന്നു ചേർന്നു ഒരു ശിഷ്യന്. ആ ശിഷ്യന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത ഉപദേശമാണ് ഇത്, ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് 42 ലക്ഷം ആളുകൾ 64 യോജന നീളവും വീതിയുമുള്ള ഇന്നത്തെ ഹരിയാനയിൽ ഒന്നു ചേർന്നു. യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് യുദ്ധത്തിന്റെ സർവ്വപ്രതീക്ഷയുമായ പാണ്ഡവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 2 പേരിലാണ്, ഭീമനിലും അർജുനനിലും. കൗരവപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ 3 പേരിലാണ്, കർണനിലും ദ്രോണനിലും ഭീഷ്മരിലും. ആ ധർമ്മപക്ഷത്തിന്റെ വിജയപ്രതീക്ഷയിൽ ഒന്നാമത്തേത് അമ്പൊടുങ്ങാ താപനാഴിയുള്ള ഗാന്ധീവധാരിയായ പൃഥ്വിയുടെ പുത്രനായ പാർത്ഥൻ. മാത്രമല്ല, നമ്മുടെ എല്ലാം നാട്ടിൽ പറയും, രാത്രി കുട്ടികൾ ഈ പായിലൊക്കെ മൂത്രമൊഴിച്ചിട്ട് പേടിച്ചൊക്കെ പോയാൽ അർജുനന്റെ 10 പരിചയം പറയാം അല്ലേ? അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, ഇങ്ങനെ പറയാറില്ല. അത് നോക്കൂ, ആളുകൾക്ക് പേടി വന്നാൽ ആരുടെ പേര് പറയണം? അർജുനന്റെ പേര് പറയണം. ആളുകൾക്ക് പേടി വന്നാൽ പറയേണ്ട അർജുനൻ പേടിച്ചോടാൻ നോക്കി. ലോകം ആരുടെ പേര് പറഞ്ഞാണോ പേടി മാറ്റുന്നത്,
ആ അർജുനൻ യുദ്ധത്തെ ഒഴിവാക്കി പേടിച്ചോടാൻ നോക്കി എന്ന് സമസ്ത ലോകവും പറയുന്നൊരവസ്ഥ വന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് 7 അക്ഷൗണി, അധർമ്മത്തിന്റെ പക്ഷത്ത് 11 അക്ഷൗണി, ടോട്ടൽ 18 അക്ഷൗണിപ്പടകൾ, 18 ദിവസത്തെ യുദ്ധം. ആ 18 അക്ഷൗണിപ്പടകളിൽ 7 അക്ഷൗണിപ്പടകളുടെ പ്രതീക്ഷ അർജുനന്റെ തേരാളിയായിട്ട് ആയുധമെടുക്കാത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ എന്ന് കണ്ണുപൊട്ടൻ ചോദിക്കുന്നു. കണ്ണു കാണാത്ത ഒരാളുടെ ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു സഞ്ജയനോട്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മാമക, എന്റെ പക്ഷക്കാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധം എന്തൊക്കെയായി? അപ്പോൾ അയാൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. അപ്പോൾ പറയുകയാണ്, ഇന്നിന്ന ആളുകളൊക്കെ 2 പക്ഷത്തൊക്കെ ഉണ്ട്, ഒക്കെ റെഡിയാണ്. അങ്ങനെ യുദ്ധഭൂമിയിൽ തയ്യാറായി വന്ന സമയത്ത് യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ശംഖ് മുഴക്കിയത് ഭീഷ്മാചാര്യരായിരുന്നു. ഭീഷ്മാചാര്യർ ശംഖ് മുഴക്കുന്നത് കേട്ടുടൻ ശ്രീകൃഷ്ണൻ ശംഖ് മുഴക്കി. പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയ. ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. എന്തു മനോഹരമായ പേരില്ലേ! ഭഗവാൻ ശംഖ് മുഴക്കിയപ്പോൾ ദേവദത്തം എന്ന ശംഖ് ആര് മുഴക്കി? ഭീഷ്മാചാര്യർ തന്റെ പിതാമഹനോട് പറഞ്ഞു, മിസ്റ്റർ പിതാമഹൻ, താങ്കൾ ഒരു യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ 2 യുദ്ധത്തിന് തയ്യാറാണ്. റെഡി ടു ഫൈറ്റ്. വാ, എനിക്ക് പെട്ടെന്ന് യുദ്ധം ചെയ്യണം, ഞാൻ റെഡിയാണ്. എന്തൊരാവേശമായിരുന്നു ഇയാളുടേത്. ആരുടേത്? അർജുനന്റെ ആവേശം കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ഒരു നല്ലൊരു ആവേശം ശ്രീകൃഷ്ണനുണ്ടായി. പക്ഷേ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഭഗവാന്റെ ചിരിക്കൊരു 1.5 ചിരിയായിരിക്കും, അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. ഇവന്റെ റേഞ്ച് മൊത്തം ഒന്ന് കാണണമല്ലോ. നിർഭാഗ്യത്തിന് ഒരു ഡയലോഗ് അടിച്ചു. ആര്? ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ എനിക്കൊന്ന് കാണണം. സേനയോരുഭയോർ മധ്യേ, ഇരു സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് രഥം സ്ഥാപിക്കൂ അച്യുത, എന്റെ രഥത്തെ സ്ഥാപിക്കൂ അച്യുത. അതൊരു SI പോലീസുകാരനോട് പറയും പോലെയാണ് പറഞ്ഞത്. വലിയൊരു ബഹുമാനമൊന്നും കാണിക്കാതെയാണ് പറഞ്ഞത്. ഭഗവാൻ ഒരു ചിരിച്ചിരിച്ചിട്ട് തേരങ്ങോട്ടെടുത്തു. 64 കിലോ, നിങ്ങളുടെ കോട്ടയം ജില്ലയുടെ അത്രയും വലിപ്പമുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാന് കൊണ്ടുപോയി തേര് നിർത്താം. പക്ഷെ ആരെ കണ്ടാലാണോ അർജുന്റെ മനസ്സൊന്ന് ഇളകുക? ആരെയാണോ അർജുന ഒത്തിരി സ്നേഹിക്കുന്ന, ആർക്കു വേണ്ടിയാണോ ഏകലവ്യനോട് തള്ളവിരൽ ചോദിച്ചത്, ആർക്കു വേണ്ടിയാണോ തന്റെ പിതാമഹൻ എല്ലാ ത്യാഗങ്ങളും ചെയ്തത്, ആ പിതാമഹന്റെയും ദ്രോണാചാര്യയുടെയും കൺമുന്നിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, നിന്റെ കുടുംബക്കാരെ കണ്ട മോനെ. പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തരണം ചെയ്യാൻ എളുപ്പമാണ്, പ്രതിസന്ധി മുഖാമുഖം വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പേപ്പട്ടി കടിക്കാൻ നാളെ വന്നാൽ, ഇന്നിപ്പോ ഇത് പ്രശ്നമുണ്ടോ? ഇപ്പോൾ പ്രശ്നമില്ല, നാളെ അല്ലേ വരാൻ പോകുന്നത്. നാളെ പേപ്പട്ടി മുന്നിലെത്തിയാലോ? അപ്പോൾ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പഠിച്ച വിദ്യ കൊണ്ടെല്ലാം പ്രയോജനപ്പെടുക. പ്രതിസന്ധിയെ മുഖാമുഖം കണ്ടിരിക്കുന്നു. വരുമ്പോൾ ആരൊക്കെയാണ് ശത്രുപക്ഷത്ത് എന്ന് അർജുനൻ അറിയാം, പക്ഷെ അവരെ മുഖാമുഖം കണ്ടിരിക്കുന്നു. യുദ്ധത്തിന്റെ വേഷമണിഞ്ഞുകൊണ്ട് തേരിൽ തയ്യാറായ ആയുധമെടുത്തുകൊണ്ട് ഗദയും കുന്തവും ചക്രവും അസ്ത്രവും എല്ലാം എടുത്തുകൊണ്ട് കൊല്ലുവാനും ചാകുവാനും തയ്യാറായി നിൽക്കുന്ന തൻ്റെ അമ്മാവന്മാരെ, 100 കസിൻ ബ്രദേഴ്സിനെ, തൻ്റെ ദ്രോണാചാര്യരെ, തൻ്റെ പ്രിയപ്പെട്ട പിതാമഹനെ എല്ലാം കണ്ടപ്പോൾ ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ ഭഗവാനെ. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷം ച ജായതേ. 1-ാമത്തെ അധ്യായം വായിക്കണം, അർജുന വിഷാദയോഗം. എൻ്റെ തൊണ്ട വരണ്ടു പോകുന്നു. ഗാണ്ഡീവം ശ്രംസതേ ഹസ്താ. ഗാന്ധിയോ ഇപ്പൊ താഴെ വീണു പോകും. പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ടപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരൻ പറയും, ഇപ്പൊ AK-47 താഴെ വീണു പോകും. എന്തായിരിക്കും നാടിൻ്റെ അവസ്ഥ? വളരെ പരിതാപകരമായിരിക്കും. കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ കൂടി കമാൻഡർ ഇൻ ചീഫായ അർജുനൻ പറയുന്നു, ഗാന്ഡീവൻ താഴെ വീണു. ഇവരെ കൊന്നിട്ട് എനിക്ക് 3 ലോകം കിട്ടിയിട്ടും കാര്യമില്ല. പിന്നെ പറയുന്ന ന്യായീകരണങ്ങളാണ് 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഒരൊറ്റ അക്ഷരം അങ്ങോട്ട് പറയുന്നില്ല, എല്ലാം കേട്ടുനിന്നു. തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണ കുലക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. സംഖ്യയോഗം 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തേരിന്റെ തട്ടിൽ ആയുധം താഴെ വെച്ച് യുദ്ധത്തിനില്ല സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഒരറ്റടി വെച്ചു കൊടുത്തു, വായിലെ നാവ് കൊണ്ടാണേ. എന്നിട്ടൊരു തലോടൽ, തലോടൽ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം കേട്ടോ.
വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം മക്കളോട്. തല്ലൽ തലോടൽ. ലാളനേത് പഞ്ചവർഷാണി, 5 വർഷം ലാളിച്ചു വളർത്തണം. തേനെ മോനെ ചക്കരെ ആയിരിക്കണം. ദശവർഷാണി ശിക്ഷയെ, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. എന്താണ് ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള വ്യത്യാസം? ചെയ്ത തെറ്റ് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൊടുക്കുന്ന ശിക്ഷയുടെ പേരാണ് ശിക്ഷണം. ഭർത്താവുമായിട്ട് കലഹിച്ച് ഒരേറ്റടി മോൾക്ക് തള്ളയിപ്പം എന്നെന്തിനാ തല്ലിയത് എന്നാര് ചോദിക്കും? മോള് ചോദിക്കും. അത് ശിക്ഷ. മറ്റേത് ശിക്ഷണം. ലാളനേത് പഞ്ചവർഷാണി ദശവർഷാണി ശിക്ഷയെ ശേഷം സമഭാവന. 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമ്മയായിരിക്കണം. ഒരു ലവ് ലെറ്റർ കൊടുത്താൽ മോൾ അന്ന് വന്ന് പറയണം, അനീശൻ ലവ് ലെറ്റർ തന്നു. ലവ് ലെറ്റർ ഒന്നും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നില്ല, ഞാൻ പഴയ ഓർമ്മയിൽ പറഞ്ഞതാണ്. ഇപ്പോഴൊക്കെ പുതിയ പുതിയ ടെക്നോളജി, ആ ടെക്നോളജി ഉപയോഗിച്ച് വന്ന സാധനം എന്താണെന്ന് അമ്മയോട് ഡിസ്കസ് ചെയ്യുവാൻ ആർക്ക് കഴിയണം? മോൾക്ക് കഴിയണം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരു തല്ലൽ കൊടുത്തു ഭഗവാൻ. അതിതായിരുന്നു, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ കശ്മലഭാവം? ഈ നിസ്സാരമായ ഹീനമായ ഭാവത്തെ 42 ലക്ഷം ആളുകൾ പൊരി വെയിലത്ത് യുദ്ധത്തിന് നിൽക്കുമ്പോൾ നീ പറയുകയാണ് യുദ്ധം പാപമാണ്, പാടില്ല, ആന ചേന എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പാടുണ്ടോ? എന്നിട്ട് പറയുന്നു നീ ആരാണ്? അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഇത് ആര്യന് ചേരാത്തതാണ്. ആര്യൻ ശ്രേഷ്ഠൻ, നീ ശ്രേഷ്ഠനാണ്, നിനക്ക് ചേരില്ല. അസ്വർഗ്യം നിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ്, അപ്പം നീ സ്വർഗത്തിൽ പോകേണ്ടവനാണ്. അകീർത്തി ലോകം മുഴുവൻ അറിയപ്പെടുന്ന വില്ലാളി വീരനാ, അപ്പം നിനക്കിത് ചേരില്ല. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ക്ലൈബ്യം അസ്മഗമ പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപാ. ക്ലൈബത്തെ പ്രാപിക്കരുത് പാർത്ഥ. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി കുന്തി. അമ്മയെ വിചാരിച്ചെങ്കിലും ഒന്ന് നന്നാവടോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൃഥ്വിയുടെ പുത്ര, ക്ലൈബ്യം മാണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവത്തെ നീ പ്രാപിക്കരുത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഹൃദയത്തിന്റെ ദൗർബല്യം ക്ഷുദ്രമാണ്, നിന്നെ നശിപ്പിച്ചു കളയും. തെക്തോത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. പരം തപ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ, പേര് കേട്ടാൽ പോലും ശത്രുക്കൾ വിറക്കുന്നവനാണ് അർജുനൻ. നീ എഴുന്നേൽക്കൂ, നിനക്കിത് ചേരില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭഗവാന്റെ വാക്കുകൾ ജീവിതത്തിൽ ഏതൊരു തോൽവിയിലാണോ നമ്മൾ പതറിപ്പോകുന്നത് ആ കുട്ടികൾക്കെല്ലാം ഉള്ളതാണ് ഭഗവത്ഗീത. പരീക്ഷയിൽ 10 പ്രാവശ്യം നോക്കട്ടെ, ഭഗവത്ഗീത പഠിച്ച കുട്ടി ഒരിക്കലും നിരാശനാകുന്നില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ, ഭഗവത്ഗീത ആധ്യാത്മിക ഗ്രന്ഥമല്ല, തെറ്റിദ്ധരിക്കരുത്. ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മൊത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. 60 വയസ്സ് നിന്ന് മുത്തശ്ശിമാർ വായിക്കുന്ന പുസ്തകം. ഞങ്ങളൊരു യുവാക്കളുടെ ക്യാമ്പിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാമായണം വായിക്കാറുണ്ട്. അപ്പോൾ 35 വയസ്സോളം പ്രായമുള്ള ഒരു യുവതി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കതിന് പ്രായമായിട്ടില്ല, എനിക്കതിന് പ്രായമാണ്. അപ്പം രാമായണം വായിക്കേണ്ട പ്രായം ഏതാണ്? 60. ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. രാമായണ മാസമായി കഴിഞ്ഞാൽ എണ്ണയൊക്കെ തേച്ചൊരു പാവം മുത്തശ്ശി 2 കുട്ടികളെ അടുത്തിരുത്തി ഇങ്ങനെ വെള്ള സാരിയൊക്കെ ഉടുത്ത് രാമായണം ഇങ്ങനെ വായിക്കും. മുത്തശ്ശിമാർ വായിക്കണം, നല്ലതാ. മനസ്സിന് സമാധാനം, ശാന്തി, സ്വസ്ഥമായിട്ട് ബഹളമില്ലാതെ വീട്ടിൽ പ്രശ്നമില്ലാതെ മരിക്കണം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. സന്യാസഭാവത്തിൽ മരിക്കണം. മരിക്കുമ്പോഴും താക്കോൽ എവിടെ എന്ന് ചോദിക്കരുത്. താക്കോലൊക്കെ കൊടുത്തേക്കേണ്ടവർ കൊടുത്തേക്കണം. താക്കോൽ വെക്കേണ്ട കാലത്ത് താക്കോൽ സൂക്ഷിച്ചു വെക്കണം. പക്ഷെ ആ താക്കോൽ തുറന്നാൽ ചിലർക്ക് ഉണ്ടാവണം. ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കണം, നേടേണ്ടതിനെ നേടേണ്ട സമയത്ത് നേടിയെടുത്തതിന് ശേഷം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ക്രമപ്പെടുത്തി എന്തൊരു സിസ്റ്റമാണ്. ബ്രഹ്മചര്യം, പഠനാവസ്ഥ, BA, ബാച്ചുലർ ഓഫ് ആർട്സ്, ബാച്ചുലർ, അവിവാഹിതൻ, ബ്രഹ്മചാരി. പഠിച്ച് ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്തു, ജോലിയായി, പണമായാൽ വിവാഹം, ഗൃഹസ്ഥാശ്രമം, വീടാശ്രമം പോലെ. അങ്ങനെ കുട്ടികളൊക്കെ ആയി മക്കളെ കണ്ടു കഴിഞ്ഞാൽ യുവതലമുറയെ അധികാരമേൽപ്പിക്കുക. അതാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വീടിനെ കാടാക്കുക അല്ല, കാട്ടു പോയ ഫോറസ്റ്റുകാർ പിടിച്ചു കളയും. വീടിനെ കാടിൻ്റെ ശാന്തതയിലേക്ക് കൊണ്ടുവരിക. നാമജപങ്ങളും ഈ പറയുന്ന സന്ധ്യാവന്ദനങ്ങളും എല്ലാം ചേർന്ന് ക്ഷേത്ര ദർശനവും. പരമാവധി വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുക. നമ്മുടെ പുതിയ യുവാക്കൾക്കിടയിലൊക്കെ പ്രശ്നം, അവർ രാവിലെ 10 മണിക്കൊക്കെ കിടന്നാൽ ഉറക്കുകളയല്ലേ, അതിലൊന്നും കയറി തലചൊറിയാതിരിക്കുക പരമാവധി. അവർക്ക് അവരുടേതായ രീതികളും അവരുടേതായ ശൈലികളൊക്കെ ഉണ്ടായേക്കാം. അതിലൊക്കെ ഇടപെടുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ മനസ്സിനെ സംഘർഷഭരിതമായി കളയും, സ്വസ്ഥത പോകും. രാവിലെ 10 മിനിറ്റ് കലഹിക്കുന്ന ഒരു വ്യക്തിയുടെ അന്നത്തെ ദിവസം ചിലപ്പോൾ മാനേജറോട് കലഹിക്കും, നാട്ടുകാരോട് കലഹിക്കും, അവസാനം ഓട്ടോറിക്ഷക്കാരനോട് കലഹിക്കും. എല്ലായിടത്തും പ്രശ്നങ്ങളാവും.
ഭരിതമായ മനസ്സ് സംഘർഷത്തെ നിരന്തരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രായം ഒരു 70-80 കടക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും അധിക കാലമൊന്നുമില്ല. സന്യാസം, കാഷായ വസ്ത്രം ഒന്നും കൊടുക്കണ്ടെന്നേ, സർവസംഘ പരിത്യാഗം സന്യാസം. എല്ലാത്തിനെയും മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക. ഇക്കണ്ടതും നേടിയതും എല്ലാം ഉപേക്ഷിച്ച് സ്വസ്ഥമായി മരിച്ചാൽ മോക്ഷം. അല്ലെങ്കിൽ പൂന്താനം പറഞ്ഞ പോലെ പട്ടിയായിട്ടും പുഴുവായിട്ടും ഇല്ലേ ഒക്കെ വീണ്ടും വീണ്ടും ജനിക്കേണ്ട ഒരു സിസ്റ്റമാറ്റിക്കായ ജീവിത പദ്ധതിയെ നമുക്ക് ഭഗവാൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഉപദേശിച്ചു. അങ്ങനെ അർജുനോട് ഉപദേശിച്ച് അശോചാനന്റെ ശോചത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ. ആരെക്കുറിച്ചോ ദുഃഖിക്കാൻ പാടില്ലയോ നീ, അവരെക്കുറിച്ചോ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാർ പറയും പോലെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താണ് ആത്മാവ്, എന്താണ് കർമ്മം, എന്താണ് കർമ്മയോഗം, എന്താണ് ഭക്തൻ, ആരാണ് ഭക്തൻ, അദ്വിഷ്ഠ സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖം ക്ഷമി, അങ്ങനെ ഓരോ തലത്തിലേക്ക് പറഞ്ഞ് ദൈവാസുര സമ്പദ് വിഭാഗയോഗവും കഴിഞ്ഞ് 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലൂടെ എത്ര യോഗേശ്വര കൃഷ്ണോ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ അവസാനിക്കുന്ന ഭഗവത്ഗീത അനുസന്ധാനം ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വളരെ വലിയ ഒരു മോട്ടിവേഷനാണത്. തളർന്ന് കരഞ്ഞ് തേരിൻ്റെ തട്ടിൽ ആയുധം ഉപേക്ഷിച്ച് ഞാനിനി യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞവൻ 18ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് ആയുധം കയ്യിലെടുത്ത് സകല അധർമ്മികളെയും നിഗ്രഹിച്ച് ഈ പിതാമഹന്റെ ശരീരത്തിലൂടെ 2000-ഓളം അമ്പുകൾ കടത്തിവിട്ടതാരാ? ശിഖണ്ഡിയെ മുൻനിർത്തി ഈ അർജുന. എല്ലാ വിജയത്തിൻ്റെയും പിറകിൽ അർജുനന്റെ കരങ്ങളും ഭഗവാന്റെ പ്രേരണയും ഉപദേശങ്ങളും ബുദ്ധിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഭഗവത്ഗീത മൊത്തം നേരിട്ട് കേട്ടിട്ടും അർജുനന്റെ 100% ഉപകരിച്ചിട്ടില്ല. അഭിമന്യു മരിച്ചപ്പോൾ ഒരൊറ്റ ശപഥ, എടാ ജയദ്രഥ, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ, പക്ഷെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടും. അർജുനോട് ഭഗവാൻ ചോദിക്കുന്നു, എൻ്റെ പൊന്നു മോനെ, നീ ആരോട് ചോദിച്ചിട്ടാ ഈ പ്രതിജ്ഞയൊക്കെ എടുത്തത്? നിന്നെ സകല വിദ്യകളും പഠിപ്പിച്ച ഗുരുനാഥനാണ് അപ്പുറത്തുള്ളത്. പത്മവ്യൂഹം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഈ ജയദ്രഥനെ കൊണ്ടുപോയി നിർത്തിയാൽ ദേവേന്ദ്രൻ വിചാരിച്ചാൽ കിട്ടില്ല. കറക്റ്റ്, കിട്ടിയില്ല. അന്ന് 6 മണിക്കാണ് സൂര്യൻ അസ്തമിക്കേണ്ടത്, 5:50 ആരില്ല, ജയദ്രഥനെ കാണുന്നില്ല. ഭഗവാൻ മായാശക്തി കൊണ്ട്, യോഗശക്തി കൊണ്ട്, സുദർശനാക്രമം ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ മറച്ചു. സൂര്യൻ മറഞ്ഞപ്പോൾ ഇയാൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ആളെ ആര് കണ്ടിട്ടില്ല? അർജുനൻ കണ്ടിട്ടില്ല. കാണിച്ചു കൊടുത്തു. അതാ ആ കാണുന്നതാണ് ജയദ്രഥൻ. അസ്ത്രമെയ്യു അർജുന. 1ാമത്തെ അസ്ത്രത്തിന് എന്ത് ചെയ്തു? തലയങ്ങ് പോയി. എയ്തുകൊണ്ടേയിരിക്കും അർജുന. അവനൊരു വരം കിട്ടിയിട്ടുണ്ട് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്. ആരുടെ കൈ കൊണ്ടാണോ അവൻ്റെ തല താഴെ വീഴുന്നത്, അവൻ്റെ തല പൊട്ടി മരിച്ചു പോകും. അതുകൊണ്ട് ഇത് പോയിട്ട് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ വീഴണം. അച്ഛൻ ഇങ്ങനെ ജപിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇത് വീഴ്ത്തി കൊടുത്തു. അങ്ങനെ അച്ഛൻ താഴെ ഇട്ടു. അച്ഛനും മരിച്ചുപോയി, മോനും മരിച്ചുപോയി. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അർജുനന് വന്നപ്പോൾ അർജുനനോട് നിയന്ത്രണം വിട്ടുപോയി. ഭഗവാൻ ഇല്ലായിരുന്നുവെങ്കിലോ അന്ന് വൈകുന്നേരം തേയിൽ ചാടി മരിക്കേണ്ട ആളാണ് ആര്? അർജുനൻ. എവിടെയും യോഗേശ്വരനായ കൃഷ്ണനും ധനുർധാരിയായ അർജുനുമുണ്ടോ അവിടെയെല്ലാം സകല ഐശ്വര്യങ്ങളും വിജയവും ധർമ്മവും എല്ലാം ഉണ്ട്. ആ ഭഗവാൻ, പാർത്ഥനെ പാർത്ഥനാക്കിയ ഭഗവാൻ, ധനഞ്ജയനെ ധനഞ്ജയനാക്കിയ ഭഗവാൻ, ആ ഭഗവാന്റെ കഥകളെ 9 ദിവസങ്ങളിൽ ശ്രവിക്കുന്ന ഈ മഹത്തായ ഉദ്യമത്തിൻ്റെ അവസാനത്തെ ദിവസം എനിക്ക് നിങ്ങളോട് അല്പസമയം സംവദിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളോടും ഞാൻ എല്ലാവിധ നന്ദികളും കടപ്പാടും രേഖപ്പെടുത്തുന്നു. യജ്ഞാചാര്യന് എൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.